follow on that pattern itself and you can actually crack that. സോ ഞാൻ ഫുൾ ഇംഗ്ലീഷ് ആക്കുന്നില്ല, ഞാൻ മലയാളം യൂസ് ചെയ്ത് തന്നെ പഠിപ്പിക്കാം. ബിക്കോസ് എല്ലാവർക്കും ഫുൾ ഇംഗ്ലീഷ് ആക്കിയാൽ ബുദ്ധിമുട്ടായിരിക്കും. സോ ഞാൻ മലയാളവും ഇംഗ്ലീഷും രണ്ടും കമ്പൈൻ ചെയ്ത് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഫ് യു ആർ നോട്ട് കംഫർട്ടബിൾ ദെൻ പ്ലീസ് ലെറ്റ് മീ നോ. സോ നിങ്ങൾക്ക് ഒരു ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്, നിങ്ങൾക്ക് വളരെ നല്ലൊരു പാറ്റേൺ കൂടിയാണ് ഇപ്പോഴത്തെ KCSE എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ എന്ന് പറയുന്നത്. സോ അതിൽ രണ്ട് പാർട്ട് ഉണ്ട്, പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസ്, അതിൽ ഓരോ മൊഡ്യൂളിലും 5 മൊഡ്യൂൾസ് ആണുള്ളത്. അതിൽ ഏത് മൊഡ്യൂൾ എടുത്താലും അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഫസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രം ഫസ്റ്റ് മൊഡ്യൂൾ. അങ്ങനെ നിങ്ങൾക്ക് മൊഡ്യൂൾ വൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ അത് തന്നെ ഒരു നല്ല കാര്യമാണ്. സോ അതിൽ എല്ലാത്തിനും 3 മാർക്സ് ആണ്. സോ വാട്ട് യു ഹാവ് ടു ഗെറ്റ് ഫ്രം ദിസ് ഇസ്, നിങ്ങൾ ഈ ഒരു 10 മാർക്സ് കൊണ്ട് സാധിക്കില്ല. ബട്ട് ഈ 10 മാർക്സ് നിങ്ങൾക്ക് അഡീഷണൽ മാർക്സ് സ്കോർ ചെയ്യാനുള്ളതാണ്. ഇത് മിസ് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ദ നെക്സ്റ്റ് പാർട്ട് ബി കൊണ്ട് ജയിക്കാൻ പറ്റുള്ളൂ. പാർട്ട് ബിയും വളരെ സിമ്പിളാണ്, മൊഡ്യൂൾ വൈസ് ആണ്. ഏത് മൊഡ്യൂൾ എടുത്താലും അതിൽ ഇതുപോലെ 2 ക്വസ്റ്റ്യൻ കാണും. അതായത് അതിന്റെ അകത്ത് സബ്ഡിവിഷൻസ് ഉണ്ടാവാം, പക്ഷെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിലെ ആൻസർ എനി വൺ ആയിരിക്കും. ഐദർ ഇപ്പൊ 11 or 12, 11 and 12 ആണെങ്കിൽ 11ൽ ABC ഉണ്ടാവാം, 12ലും ABC ഉണ്ടാവാം. സോ ലൈറ്റ് വൈസ് ആയിരിക്കും. സോ അതിൽ നിന്ന് 14 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഫുൾ ഈ ഒരു പാർട്ട് ബി കിട്ടാൻ വേണ്ടിയായിരിക്കും. സോ ഞാൻ നമ്മുടെ മൊഡ്യൂൾസിലൂടെ ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ വി വിൽ ബി മൂവിങ് ത്രൂ ദീസ് മൊഡ്യൂൾസ്. നമ്മൾ ഇതിന്റെ അകത്ത് എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് ഞാൻ കുറച്ചുകൂടി പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഫോർ യുവർ ഇൻഫർമേഷൻ, എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ഐ തിങ്ക് ഇൻ ദിസ് DBMS എലോൺ ഞാനൊരു 30+ വീഡിയോസ് അതിലിട്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് വീഡിയോസിലേക്ക് ലിങ്ക്സ് ഞാൻ ഇതിലേക്ക് ഈ ഒരു PPTയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ബ്രഷപ്പ് ചെയ്യണം എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി സ്കിപ്പ്. അത് തീർന്ന് കാണാനുള്ള ടൈം ഉണ്ടാവണമെന്നില്ല. ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് അത് മൊത്തം കാണാൻ ടൈം ഉണ്ടാവണം. പക്ഷെ നിങ്ങൾക്ക് ഒരു കോൺസെപ്റ്റ് മനസ്സിലായില്ല, ക്യാൻ ആക്ച്വലി അതിനുള്ളിൽ ഞാൻ ഒത്തിരി എല്ലാ സാധനങ്ങളും വീഡിയോസ് ആക്കി ഇട്ടിട്ടില്ല. ഇത് ഡിഫിക്കൽട്ട് ആണ്. ചില കോൺസെപ്റ്റുകൾ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോ മൊഡ്യൂൾ 3ലേക്കൊക്കെ വരുമ്പോൾ ഇൻഡെക്സിങ്ങിന്റെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ മൊഡ്യൂൾ 5 അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതും നിങ്ങളെ ഒരു റെഫറൻസിന് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് മൊഡ്യൂൾ 1ലേക്ക് വരാം. സോ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും യു ക്യാൻ റേസ് ഹാൻഡ്. ഞാൻ എൻ്റെ ഒരു പാരലൽ സ്ക്രീനിൽ ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് കൊടുക്കണമെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓർ യു ക്യാൻ കമന്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ദാറ്റ്സ് ഓൾ പോസിബിൾ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊരു 1 വേ കമ്മ്യൂണിക്കേഷൻ ആക്കണം എന്നില്ല. നിങ്ങൾക്ക് അത് എത്രത്തോളം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ, നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് തോന്നുന്നു യു ക്യാൻ ആക്ച്വലി പോസ്റ്റ് മീ ടാസ്ക്. എപ്പോൾ വേണമെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. സോ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. So module 1 is introduction and entity relations model. So ER modeling of അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് DBMSന്റെ തുടക്കം എന്ന് പറയുന്നത് ഈ ഒരു ER മോഡലിംഗ് മുതൽ നിന്നാണ് കൺസിഡർ ചെയ്യുക. അതിന് മുമ്പ് കുറച്ച് കോൺസെപ്റ്റുകളുണ്ട്. സോ ഈ കോൺസെപ്റ്റുകൾ നിങ്ങൾ ആലോചിക്കണം. ബിക്കോസ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് ER മോഡലിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വരിക. ER മോഡലിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഒരു 14 മാർക്കിൽ ഒരു 9 മാർക്ക് മിനിമം ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ER ഡയഗ്രം വരയ്ക്കാനായിരിക്കും. നിങ്ങൾ ER ഡയഗ്രം വരയ്ക്കാൻ മാത്രമല്ല പഠിക്കേണ്ടത്, ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി പഠിക്കണം. അപ്പൊ നമുക്ക് തുടക്കത്തിലേ തുടങ്ങാം. അപ്പോൾ അത് മാത്രം പഠിച്ചാൽ പോലെ ഇതിന്റെ തുടക്കത്തിലെ കാര്യങ്ങൾ അത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളിപ്പോ ഇപ്പൊ ഇത് വായിക്കുകയാണെങ്കിൽ ടേക്ക് ദാറ്റ് നോട്ട്. ആ നോട്ട് എടുത്തിട്ട് നിങ്ങൾ അത് വായിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഓൺലി ടേക്ക് ലൈക്ക് ഒരു 1 hour എടുക്കൂ, അത്രയും പോലും എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ വായിച്ചു പോകുക. നിങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ്സ് ആൻഡ് ഓവർവ്യൂ ഓഫ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന
ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടം തൊട്ട് ഇവിടം വരെ, പ്രീ സ്കീമ ആർക്കിടെക്ചർ, ലാംഗ്വേജസ്, ഡാറ്റാബേസ് ആർക്കിടെക്ചർ ആൻഡ് ക്ലാസിഫിക്കേഷൻ, ഇതുവരെയുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇത് പ്യുവർ തിയറിയാണ്. ഇതിൽ ചോദിക്കില്ല വിചാരിക്കരുത്. മേ ബി 3 മാർക്ക് ക്വസ്റ്റ്യൻ ഓർ എന്തായാലും ഒരു 9 മാർക്ക് എന്ന് പറയുന്നത് ഇതിൽ നിന്നായിരിക്കും, PR മോഡലിൽ നിന്നായിരിക്കും. എന്നാലും ബാക്കി മാർക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇത് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങൾക്കറിയാം എല്ലാ മൊഡ്യൂൾസിലും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്ക് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചില സ്ട്രോങ് മൊഡ്യൂളുകൾ ഉണ്ടാവണം. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിൽ നിന്ന് നിങ്ങൾ മാർക്ക് കളയാതിരിക്കാൻ നോക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 14 മാർക്സ് പാർട്ട് ബിയിൽ നിന്നും ഒരു 6 മാർക്ക് നിങ്ങൾക്ക് പാർട്ട് എയിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പൊ അത് ഈ ഒരു മൊഡ്യൂളിന്റെ ഒരു ക്വസ്റ്റ്യൻ പോലും ആൻസർ ചെയ്യാതെ വിടാതിരിക്കുക. നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കാതെ പോയിട്ട് നിങ്ങൾക്ക് വെറുതെ എഴുതാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാറ്റാബേസ് സിസ്റ്റം. അതിന്റെ കുറച്ച് കീ വേർഡുകളുണ്ട്. ആ വേർഡുകൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഇപ്പൊ ഡാറ്റാബേസിന്റെ യൂസേഴ്സ് ആരാ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഫ്രണ്ട് യൂസർ, ബാക്ക് യൂസർ, അങ്ങനെയൊന്നും അല്ല എഴുതേണ്ടത്. അതിന് ആ ടെർമിനോളജി തന്നെ യൂസ് ചെയ്തെഴുതണം. അതിന് നിങ്ങൾ ഇത് വായിക്കണം. വൺസ് നിങ്ങൾ ഇത് വായിച്ചിട്ട് ആ കീ ടെർമിനോളജീസ് ഉണ്ടല്ലോ അതൊന്നും മാർക്ക് ചെയ്ത് വെക്കുക, സോഫിസ്റ്റിക്കേറ്റഡ് യൂസർ. അപ്പൊ അത് അങ്ങനത്തെ ടെർമിനോളജീസ് നിങ്ങൾ വായിച്ച് വയ്ക്കണം. ഓക്കെ. സോ പിന്നെ സെമി സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡാറ്റ, അത് സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ് ഡാറ്റ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നിങ്ങൾക്ക് 3 മാർക്ക് ആയിട്ട് ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അതൊരു 4 മാർക്ക് ആയിട്ടൊക്കെ നിങ്ങളുടെ പാർട്ട് ബിയിൽ ചിലപ്പോ ചോദിക്കാറുണ്ട്. 4 മാർക്കോ 5 മാർക്കൊക്കെ ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ടോപ്പിക്കുകൾ മിസ് ചെയ്യാതിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ER മോഡലിന്റെ ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയാണ് ഒരു ER ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ തന്നെ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ യു മേ ഫീൽ ദിസ് ഇസ് വെരി ബിഗ്. ഇത് വായിച്ചു നോക്കാനുള്ള ക്ഷമ നിങ്ങൾക്ക് ഇല്ലാതെ വരാം. സോ അത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. ഇതിന്റെ അകത്ത് എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഇത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഒരു 1 hour നിങ്ങൾ മറ്റതിന് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അതേ ആ ഒരു ടൈമിന്റെ കൂടെ തന്നെ ഈ ER ഡയഗ്രാമിന്റെ തിയറി പോർഷൻ കൂടി നിങ്ങൾ കവർ ചെയ്യണം. ആ തിയറി പോർഷനിൽ നിങ്ങൾക്ക് വരുന്നത് എന്ന് പറയുന്നത് വിൽ ബി നിങ്ങൾക്ക് ഈ പറയുന്ന വാട്ട് ഇസ് ആൻ എൻറ്റിറ്റി, വാട്ട് ഇസ് ആൻ എൻറ്റിറ്റി ടൈപ്പ്. എൻറ്റിറ്റി ടൈപ്പ് രണ്ട് സാധനമാണ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റിയൽ വേൾഡ് എക്സിസ്റ്റൻസ് ഉള്ളതെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പൊ അതിൽ തന്നെ എൻറ്റിറ്റി ടൈപ്പ് എന്താണ്, അങ്ങനെയുള്ള ഇത് തമ്മിലുള്ള ഡിഫറൻസസ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് വളരെ ഞാൻ എൻ്റെ മൊഡ്യൂൾ 1ന്റെ PPT ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിൽ തന്നെ കുറെ കോൺസെപ്റ്റുകളുണ്ട്, ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഈ പറയുന്ന ER ഡയഗ്രത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ കുറെ കോൺസെപ്റ്റുകളുണ്ട്. ഇതെല്ലാം നോക്കി പോണം. നിങ്ങളിപ്പോ ഈ PPT ആണ് നോക്കുന്നതെങ്കിൽ അങ്ങനെ. അപ്പൊ ആ PPT ജസ്റ്റ് ഒന്ന് നോക്കി പോയാൽ മതി. അത് ജസ്റ്റ് നോക്കി നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് പോകുന്നു. അപ്പൊ ഇവിടെ തൊട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. വാട്ട് ഇസ് ആൻ എൻറ്റിറ്റി? നമ്മുടെ ഒരു തിങ് ഇൻ റിയൽ വേൾഡ് വിത്ത് എക്സിസ്റ്റൻസ് ആണ് എൻറ്റിറ്റി. അപ്പൊ എൻറ്റിറ്റി ടൈപ്പ് എന്താ? അപ്പോ എൻറ്റിറ്റി ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ എൻറ്റിറ്റികളുടെ ഒരു കളക്ഷൻ. ഇപ്പൊ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റി ടൈപ്പ് ആണ്. എന്നാൽ ഇപ്പോ സാം എന്ന് പറയുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ടെങ്കിൽ അവനൊരു റിയൽ വേൾഡ് എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഇസ് ആൻ എൻറ്റിറ്റി. അതുപോലെ എൻറ്റിറ്റി സെറ്റ് ഉണ്ട്. കുറെ എൻറ്റിറ്റികളുടെ ഒരു സെറ്റിനെയാണ് നമ്മൾ എൻറ്റിറ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. ഇതുപോലെ കുറെ സെറ്റ് ഓഫ് എൻറ്റിറ്റി E1 E2 ഇങ്ങനെ കുറച്ച് റെക്കോർഡുകൾ ഒരുമിച്ച് വെച്ചാൽ അത് എൻറ്റിറ്റി സെറ്റ് ആവും. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ആട്രിബ്യൂട്ട് എന്താണ്, ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്, അതിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്, മൾട്ടി വാല്യൂഡ് ആട്രിബ്യൂട്ട്, ഇതെല്ലാം നിങ്ങൾ നോക്കിയിരിക്കണം. ഇതിന്റെ തിയറി പഠിക്കാതെ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന പ്രോബ്ലം ചെയ്യാനായിട്ട് കൂട്ടരുത്. ബിക്കോസ് യു വിൽ ഗെറ്റ് സ്റ്റക്ക്. നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. എസ്പെഷ്യലി യു ഷുഡ് ലുക്ക് ഫോർ വീക്ക് എൻറ്റിറ്റി, സ്ട്രോങ് എൻറ്റിറ്റി, ഐഡന്റിഫൈങ് റിലേഷൻഷിപ്പ്. ഇതിന്റെ എല്ലാം സിംപിളുകൾ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞാലേ നിങ്ങൾക്ക് ഫർദർ സെക്കൻഡ് മൊഡ്യൂളിലും ഒക്കെ യൂസ് വരുള്ളൂ. ഇവിടുത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ ക്വസ്റ്റ്യൻ ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു മാച്ചിന്റെ, ഒരു ഫുട്ബോൾ മാച്ചിന്റെ ഒരു ER ഡയഗ്രാം വരയ്ക്കാനാണ്. അപ്പൊ അതിൻ്റെ അകത്ത്
നമുക്ക് പറഞ്ഞേക്കാണ് ദർ ഇസ് എ സെറ്റ് ഓഫ് ടീംസ്, കുറെ ടീമുകളുണ്ട്. അപ്പൊ ഓരോ ടീമിനും ഇതുപോലെ എന്താണ്, ടീമിന് ഐ ഡി ഉണ്ട്. സോ ടീം എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. അതിന് ഐ ഡി ഉണ്ട്, നെയിം ഉണ്ട്, മെയിൻ സ്റ്റേഡിയം ഉണ്ട്, അതിന്റെ ഇത് സിറ്റി ആണെന്നുണ്ട്. അപ്പോ ടീംസ് ഇസ് ആൻ എൻറ്റിറ്റി ടൈപ്പ്. ഓക്കെ, എൻറ്റിറ്റി അല്ല, എൻറ്റിറ്റി ടൈപ്പ്. ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ബ്രസീൽ അതൊരു എൻറ്റിറ്റി ആണ്. പക്ഷെ ടീം എന്ന് പറയുന്നത് മൊത്തം ടീംസ്, അതിന്റെ ഏത് ടീം വേണേലും വരാം. സോ ദാറ്റ് ഇസ് ആൻ എൻറ്റിറ്റി ടൈപ്പ്. സോ അങ്ങനെ ഒരു ടീമിനെ നമുക്ക് കിട്ടി. സോ നമ്മളിത് ഓരോന്ന് കിട്ടുമ്പോഴും നമ്മൾ ഇതുപോലെ വരച്ചു പോയി. ടീം എന്ന് പറയുന്നത് എൻറ്റിറ്റി ആയതുകൊണ്ട് അതിനെ ഒരു റെക്ടാങ്കിൾ ബോക്സിലിട്ടു. സിറ്റി, സ്റ്റേഡിയം, ഐ ഡി, നെയിം, ഇതൊക്കെ അതിന്റെ ആട്രിബ്യൂട്ട് ആയതുകൊണ്ട് അതിനെ ഇതുപോലെ നമ്മൾ വരച്ച്, നമ്മൾ ഇതുപോലെ ആട്രിബ്യൂട്ട് ആക്കി വരച്ച് കിട്ടും. ഇനി അടുത്തത് ഇനി എന്താണ് അടുത്തത് നമ്മളോട് പറഞ്ഞിരുന്നത്, ഈ എല്ലാ ടീമിലും പ്ലെയേഴ്സ് ഉണ്ട്. ഓരോ പ്ലെയേഴ്സിനും ബിലോങ്സ് ടു വൺ ടീം ആയിരിക്കും. പ്ലെയർ എന്ന് പറയുന്ന അടുത്ത എൻറ്റിറ്റി ആണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് പറയുന്നത്. എല്ലാ പ്ലെയറിനും ഒരു യുണീക് നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, സ്റ്റാർട്ട് ഇയർ ഉണ്ട്, ഷർട്ടിന് നമ്പർ ഉണ്ട്. അയാൾ യൂസ് ചെയ്യുന്ന ഒരു നോമിനൽ നമ്പർ കാണും. ഓരോ പ്ലെയേഴ്സിനും നമ്പർ ഉണ്ട്. ടീം മാച്ച് പ്ലേ ചെയ്യും. ഓരോ മാച്ചിലും ഒരു ഹോസ്റ്റ് ടീം കാണും, ഒരു ഗസ്റ്റ് ടീം കാണും. ആ മാച്ച് നടക്കുന്ന ഒരു സ്റ്റേഡിയം കാണും. ഈച്ച് മാച്ചിന് നമ്മൾ ഇന്നിന്റെ കാര്യങ്ങളൊക്കെ കീപ് ട്രാക്ക് ചെയ്യണം. എന്നാണ് ആ ഗെയിം നടന്നത്, ഫൈനൽ ഇതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു, ആരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. അതിന്റെ കൂടെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്, അത് ആരൊക്കെ എത്ര എണ്ണം എടുത്തു, യെല്ലോ കാർഡ് കിട്ടിയത്, റെഡ് കാർഡ് കിട്ടിയത്, ഇങ്ങനെ കുറെ ഡീറ്റെയിൽസ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കാണ്. സോ ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഈ പറയുന്ന ഒന്നൊന്നിനെ റിലേറ്റ് ചെയ്യുന്ന ഇത് ടീം റെഫറി ഉണ്ട്. ടീമും റെഫറിയും രണ്ടും സെപ്പറേറ്റ് നിൽക്കാൻ പറ്റുന്ന ആൾക്കാർ. റെഫറിക്ക് സ്വന്തമായിട്ട് ഐഡിയ ഒക്കെ ഉണ്ട്. പക്ഷെ ഈ ടീമും മാച്ച് എന്ന് പറയുന്നത് ഒരു ടീമും ഇല്ല, റെഫറിയും ഇല്ല, പ്ലെയേഴ്സും ഇല്ലാതെ അതിന് തന്നെ നിൽക്കാൻ പറ്റില്ല. സോ തന്നെ നിൽക്കാൻ പറ്റാത്തതിന്, അതായത് ടീമും പ്ലെയറും ഇല്ലാതെ തന്നെ നിൽക്കാൻ പറ്റാത്തത് ഒന്നാണ് മാച്ചും പ്ലെയേഴ്സിന്റെ മാച്ചും. ആ ടീമിൽ ആ മാച്ചിൽ കളിച്ച പ്ലെയേഴ്സ് എന്ന് പറയുന്നതും ഒരു മാച്ച് എന്ന് പറയുന്നതുമായി രണ്ട് സാധനത്തിനും തന്നെ നിൽക്കാൻ പറ്റില്ല. തന്നെ നിൽക്കാൻ പറ്റാത്ത എല്ലാത്തിനെയും നമ്മൾ വീക്ക് എൻറ്റിറ്റി ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ രണ്ട് റെക്ടാങ്കിളിൽ ഇട്ടിരിക്കുന്നത്. അതിന്റെ ആട്രിബ്യൂട്ട്സ് നമ്മൾ ഇട്ടു. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പുകൾ, ടീം പ്ലേ മാച്ച്, ടീം എന്ത് ചെയ്യും, മാച്ച് കളിക്കും. മാച്ച് കൺട്രോൾ ചെയ്യുന്ന ആരാണ്, റെഫറിയാണ്. ഇനി ഈ മാച്ച് ടേക്ക് പാർട്ട് ചെയ്യുന്നത് പ്ലെയേഴ്സ് ഇൻ മാച്ചിലാണ്. ഈ പ്ലെയർ ഇൻ മാച്ചിൽ പ്ലേ ചെയ്യും. ഇതുപോലെയാണ് നിങ്ങൾ വരയ്ക്കുന്ന, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദർ ഇസ് നോ പെർഫെക്റ്റ് ഇയാ ഡയഗ്രം. ഇയാ ഡയഗ്രം എന്ന് പറയുന്ന ഒരു സാധനം ഒരാൾക്കും ഒരു പെർഫെക്റ്റ് ഇയാ ഡയഗ്രം വരയ്ക്കാൻ പറ്റില്ല. പക്ഷെ യു ട്രൈ ടു ഡ്രോ വൺ ദാറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ തിങ്സ് യു ഹാവ് സ്റ്റഡി. നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനം വരയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന്റെ അകത്ത് ഇപ്പൊ ഈ ഒരു ഡയഗ്രത്തിൽ കാർഡിനാലിറ്റി റേഷ്യോ ഒക്കെ ആകെ ഒരു സ്ഥലത്തൊക്കെയാണ്, ഇത് മാത്രമൊക്കെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ടുള്ള എല്ലാ കോൺസെപ്റ്റുകളും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ കോൺസെപ്റ്റ് പഠിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ആ കോൺസെപ്റ്റുകൾ പഠിക്കണേ കൂടുതൽ നിങ്ങളത് ഒന്ന് സീ ത്രൂ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ പറ്റും. അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. ഇതിന് ഒത്തിരി സമയമൊന്നും കളയണ്ടാത്ത, ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് പോകണ്ടാത്ത ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. അപ്പൊ ഈ മൊഡ്യൂളിൽ നിങ്ങൾ ഒരിക്കലും എനിക്ക് ഇയാ ഡയഗ്രം വരയ്ക്കാൻ അറിയാം എന്ന കോൺഫിഡൻസിൽ ഒരിക്കലും തിയറി പഠിക്കാണ്ട് ഇയാ ഡയഗ്രം വരയ്ക്കാൻ പോകരുത്. ഇയാ ഡയഗ്രം വരയ്ക്കണമെങ്കിൽ യു ഷുഡ് നോ ദി എൻറ്റയർ തിയറി ഫ്രം എൻറ്റിറ്റി ടൈപ്പ് മുതൽ വീക്ക് എൻറ്റിറ്റി, കാർഡിനാലിറ്റി റേഷ്യോ, ഡിഗ്രി ഓഫ് എ റിലേഷൻഷിപ്പ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. സോ അതിന്റെ നോട്ട്സ് നോക്കി വായിച്ച്, അല്ലെങ്കിൽ എന്റെ PPTs ഉണ്ട്, ഓർ യു ക്യാൻ റെഫർ ടു യുവർ ടീച്ചേഴ്സ് നോട്ട്സ്, അത് ചെയ്തിട്ട് യു ക്യാൻ റെഫർ ടു ദാറ്റ്, എന്നിട്ട് വേണം നിങ്ങൾ അത് ചെയ്യാൻ. ഓക്കെ, ദർ ഇസ് എ ഹാൻഡ് റേസ്. ഹലോ മാം. Yeah. ലൈക്ക് ഇപ്പോൾ മാം ഷെയർ ചെയ്യുന്ന മൊഡ്യൂൾസിന്റെ ഈ ഒരു ഡ്രൈവ് ലിങ്ക് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടുകയാണെങ്കിൽ ലൈക്ക് ദാറ്റ് വിൽ ബി മോർ ബെറ്റർ. You need this PPT. Yeah.
can I share it afterwards? Because ഓക്കെ ഫൈൻ ഫൈൻ ഫൈൻ. അല്ല മീൻസ് ഇൻ കേസ് ഇപ്പോൾ ആൾക്കാർ അത് നോക്കി കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ലൈക്ക് അവർക്ക് അതും കൂടെ റെഫർ ചെയ്യാലോ ഒന്ന്. Okay, I don't know how that is possible. Can I share it in the chat box? ഇത് ഞാൻ ഡ്രൈവിലേക്ക് ആക്കിയിട്ടില്ല, അതാണ് പ്രശ്നം. ഓക്കെ എന്നാ കുഴപ്പമില്ല മാം, ലൈക്ക് അറ്റ് ദ എൻഡ് യു ക്യാൻ ഷെയർ. Yeah, sure. Okay, thank you. Okay, I will share it at least. Okay, so let's continue. So these are some of the other questions from module 1. It is not just ER diagram. There are other questions like what is the difference between file processing system and a DBMS? എന്താണ് basic difference between a file processing system? You have files for everything. If there is student records എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങളുടെ അഡ്രസ് ഇൻഫർമേഷൻ വെക്കാൻ ഒരു ഫയല്, പിന്നെ നിങ്ങളുടെ മാർക്ക് വെക്കാൻ ഒരു ഫയല്, അതായത് ഒരു ഫയൽ ഉണ്ടാവും, ആ ഫയലിന്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ഇൻഫർമേഷൻ. അതേസമയം ഒരു DBMS ആണെങ്കിലോ, നിങ്ങള് ഈ പറയുന്ന രണ്ട് ഫയലിലും കോമൺ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്റ്റുഡന്റ് ID, അതൊക്കെ നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. ഈ ഒരേ സ്ഥലത്തുള്ള സാധനത്തിനെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ID നമ്പർ മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത ടേബിളിൽ ഈ പറയുന്ന നെയിം വീണ്ടും എഴുതി വെക്കണ്ട. നിങ്ങൾക്ക് അതിന്റെ ഒരു ID വെച്ച് കഴിഞ്ഞാൽ IDന്ന് നിങ്ങളുടെ പേരിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതാണ് ആ ഒരു റിഡൻഡൻസി കുറയ്ക്കാനാണ് നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം വെച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് ഫയൽ പ്രോസസ്സിംഗ് സിസ്റ്റം, റിഡൻഡൻസി ഉണ്ട്, പിന്നെ കുറച്ചും കൂടി ഫാസ്റ്റർ ആണ് DBMS. ഇങ്ങനെയുള്ള കുറച്ച് ഡിഫറൻസസ് നിങ്ങൾക്ക് എഴുതാം. പിന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോൺസെപ്റ്റൽ ഡാറ്റ മോഡൽ ആൻഡ് ഫിസിക്കൽ ഡാറ്റ മോഡൽ? ഇതൊക്കെ തുടക്കത്തിലെ ആ ഒരു തിയററ്റിക്കൽ പോർഷൻസ് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ആ ഒരു നോട്ട്സ് നോക്കി തന്നെ പഠിക്കുക. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രക്ചേർഡ്, അൺസ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ്, ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇതൊന്നും ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻസ് അല്ല. ദീസ് ആർ ഓൾ ഫ്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. DBMSന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, 3 scheme architecture, very important. You should study that. ദയവ് ചെയ്ത് നിങ്ങൾ അതിന്റെ 3 scheme ആണെന്ന് മാത്രം അറിയാം. ഇവിടെ മുകളിൽ ഒരു ബോക്സ് ഉണ്ട്, നടുക്കൊരു ബോക്സ് ഉണ്ട്, താഴെ ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന്റെ അകത്ത് എന്താന്ന് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഒന്ന് വരച്ചു വെച്ചാൽ മാർക്ക് കിട്ടില്ല. നിങ്ങൾ അതിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് ക്ലിയർലി പഠിച്ചിട്ട് പോവുക. വെരി സിമ്പിൾ മൊഡ്യൂൾ ആണിത്. ഇതിൽ നിന്ന് മാർക്ക് കളയാതെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ദെൻ വീക്ക് എൻറ്റിറ്റി ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ എപ്പോഴും പഠിക്കണം. വീക്ക് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അതായത് ആ ഒരു എൻറ്റിറ്റിക്ക് ഒരു സ്ട്രോങ് എൻറ്റിറ്റി ഇല്ലാതെ തന്നെ നിൽക്കാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടീമിന് തന്നെ എക്സിസ്റ്റൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പൊ നിങ്ങളുടെ ബാഴ്സലോണ, പിന്നെന്താണ് നിങ്ങൾ കുറെ ടീമുകളുണ്ടല്ലോ, ലൈക്ക് അല്ലെങ്കിൽ ഇപ്പൊ കൺട്രി വൈസ് പറയണം, ഇപ്പൊ ബ്രസീൽ, അർജന്റീന, ഇവർക്കെല്ലാം തന്നെ കളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് എക്സിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എക്സിസ്റ്റൻസ് വരണമെങ്കിൽ ഈ പറയുന്ന ടീം വരണം, അത് പ്ലേ ചെയ്യുന്ന ആൾക്കാർ വരണം, അങ്ങനെ കുറെ കാര്യങ്ങൾ വന്നാൽ മാത്രമേ ആ ഒരു മാച്ചിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. അതാണ് ഒരു വീക്ക് ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി. അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു സ്വന്തമായിട്ട് ഒരു പ്രൈമറി കീ ഉള്ളത്. അതായത് കീ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഇപ്പൊ യൂണിവേഴ്സിറ്റി രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് ആണ്, അതിനെ നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ നമ്പർ യൂസ് ചെയ്ത് നിങ്ങളെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിനെയാണ് ഒരു കീ എന്ന് പറയുന്നത്. അപ്പൊ കീ സ്വന്തമായിട്ടുള്ള ഒരു എൻറ്റിറ്റി എടുത്തു കഴിഞ്ഞാൽ സ്റ്റുഡന്റ് ഇസ് എ സ്ട്രോങ് എൻറ്റിറ്റി. അതേസമയം സ്റ്റുഡന്റ് എടുക്കുന്ന കോഴ്സസ്, ഇപ്പൊ ഈ സ്റ്റുഡന്റ് എടുക്കുന്ന കോഴ്സസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിളിൽ നിന്ന് വരുന്ന ഒരു പ്രൈമറി കീ ആയ സ്റ്റുഡന്റ് ID ഉണ്ടെങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുള്ളൂ. ഈ സ്റ്റുഡന്റ് ഇല്ലെങ്കിൽ എടുക്കുന്ന കോഴ്സും ഇല്ല. അതാണ് വീക്ക് എൻറ്റിറ്റി. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. ചിലപ്പോ ഒരു ഫിഗർ തന്നിട്ട് ഇതിന്റെ അകത്ത് സ്ട്രോങ് ഏതാ, വീക്ക് ഏതാ, എന്തുകൊണ്ട് സ്ട്രോങ് ആയി, എന്തുകൊണ്ട് വീക്ക് ആയി, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് we are moving over to module 2, that is a relational model. റിലേഷണൽ മോഡലില് ഇതിന്റെ അകത്ത് ഇത് നിങ്ങൾക്ക് തോന്നും ഇതിന്റെ അകത്ത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് മൊഡ്യൂൾസ് മൊഡ്യൂൾ 2ഉം മൊഡ്യൂൾ 3ഉം ആണെന്ന്. പക്ഷെ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ ക്രാക്കബിൾ മൊഡ്യൂൾ ആണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 3ല് എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ബിക്കോസ് SQL queries മേ ബി വെരി കൺഫ്യൂസിങ്. പക്ഷെ ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഈ മൊഡ്യൂൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല.
ആക്ച്വലി മൊഡ്യൂൾ 2 ഞാൻ എപ്പോഴും പറയുമ്പോൾ 4 മൊഡ്യൂൾ പഠിക്കാനാ പറയാം. 4 മൊഡ്യൂൾ നിങ്ങൾ പക്കാ ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. 5th one must be ഒരു ബാക്കപ്പ് പോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉപദേശം. ബിക്കോസ് 3 മൊഡ്യൂൾസ് കൊണ്ടൊന്നും ഒരിക്കലും നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പാസ് ആവണമെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. നല്ല മാർക്ക് കിട്ടണമെങ്കിൽ എന്തായാലും നിങ്ങൾ 5 മൊഡ്യൂൾസും പഠിച്ചിരിക്കണം ഷുവർ. നിങ്ങൾക്ക് വെറും പാസ് എന്നുള്ള രീതിക്കാണെങ്കിൽ പോലും യു ഷുഡ് ബി സ്റ്റഡിങ് അറ്റ്ലീസ്റ്റ് 4 മൊഡ്യൂൾ. നിങ്ങൾ മിനിമം ഒരു 70 മാർക്കിന് എയിം ചെയ്താലേ നിങ്ങൾക്ക് പാസ് മാർക്കിന് മുകളിലേക്ക് കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. യു ക്യാൻ ക്രാക്ക്, ഐ എം ഷുവർ, ഇഫ് യു ഫോളോ. നിങ്ങൾ നന്നായി ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ ക്രാക്ക് മൊഡ്യൂൾ 1 and 2. മൊഡ്യൂൾ 3 ലിറ്റിൽ ഡിഫിക്കൽട്ട്, പക്ഷെ ഭാഗ്യം ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി വെരി ഈസി. ദെൻ മൊഡ്യൂൾ 4 ഈസി ടു ക്രാക്ക് ആണ്, പക്ഷെ എല്ലാവരും പറയും അതാണ് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ. മൊഡ്യൂൾ 5 ഇസ് വെരി സിമ്പിൾ. മൊഡ്യൂൾ 5 വെറും തിയറി, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമില്ല അതിൻ്റെ അകത്ത്. സോ മൊഡ്യൂൾ 2 ഇതിന്റെ അകത്ത് ആ തുടക്കത്തെ പോർഷൻ എന്ന് പറയുന്നത് റിലേഷണൽ ഡാറ്റാബേസ്. റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടേബിൾ ഫോമിലുള്ള ഡാറ്റാബേസ് ആണ്. അതിന്റെ ഉള്ളിൽ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. നിങ്ങൾ എന്താണ് ഒരു ടേബിൾ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അകത്ത് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ്, അതായത് പ്രൈമറി കീ നള്ളാവാൻ പാടില്ല, അതാണ് ദാറ്റ് ഇസ് വൺ കൺസ്ട്രെയിന്റ്. ഡൊമൈൻ ഇന്റഗ്രിറ്റി കൺസ്ട്രെയിന്റ് ഉണ്ട്. ലൈക്ക് നിങ്ങൾ ഇപ്പൊ ഒരു ഇന്റിജർ എന്ന് പറഞ്ഞിട്ട് റോൾ നമ്പറിനെ നിങ്ങൾ ഇന്റിജർ എന്ന് കൊടുത്തേക്കാം, എന്നിട്ട് നിങ്ങൾ ABCD എന്ന് പറഞ്ഞിട്ട് റോൾ നമ്പർ ഇട്ടാൽ ഇറ്റ് വോണ്ട് അലോ. അതുപോലെ കുറച്ച് ഇന്റഗ്രിറ്റി കൺസ്ട്രെയിനുകൾ ഉണ്ട്. ആ കൺസ്ട്രെയിൻസ് പഠിക്കണം. ദാറ്റ് ഇസ് വെരി സിമ്പിൾ. നിങ്ങൾ ഒരു തവണ വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യമില്ല. And the next one is synthesizing ER diagram to relational schema. That is a big topic. ഇത് നിങ്ങൾ വിട്ട് കളയരുത്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമേ അല്ല. അതായത് നിങ്ങൾക്ക് ഒരു ER ഡയഗ്രാം നിങ്ങൾക്ക് സിന്തസൈസ് ചെയ്യണം ടു എ റിലേഷണൽ സ്കീമയിലേക്ക്. നിങ്ങൾക്ക് ഒരു ER ഡയഗ്രത്തിനെ മാറ്റണം. അതായത് നിങ്ങൾക്ക് ഒരു ER ഡയഗ്രാം തന്നിട്ടുണ്ടെങ്കിൽ ആ ER ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ ടേബിൾ ഫോർമാറ്റ് എഴുതാൻ പറ്റും. അതായത് ഒരു ടേബിൾ എടുത്ത് ആ ടേബിളിന്റെ പേരെന്താണ്, ആ ടേബിളിൽ എത്ര ആട്രിബ്യൂട്ട്സ് ഉണ്ട്. സോ ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് നിങ്ങൾ ഒരു ER ഡയഗ്രത്തിൽ നിന്ന് നിങ്ങൾ ഒരു സ്കീമ എഴുതുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിന്റെ 3NF, തേർഡ് നോർമൽ ഫോം എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്കാണ് നിങ്ങൾ അതിനെ മാപ്പ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ മാത്രം ഈ സിന്തസൈസിങ് ER ഡയഗ്രാം ടു റിലേഷണൽ സ്കീമയുടെ മാത്രം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഏതെങ്കിലും ഒരു കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് സ്കിപ്പ് ചെയ്തെങ്കിലും കണ്ടു നോക്കുക. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ടു യു. ബിക്കോസ് ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദെൻ കംസ് ദി റിലേഷണൽ ആൾജിബ്ര. ഇവിടെയാണ് എല്ലാവർക്കും കോൺഫിഡൻസ് പോകുന്നത്. റിലേഷണൽ ആൾജിബ്രയിലെ പ്രോബ്ലംസ് ഭയങ്കര പാടാണെന്ന് എല്ലാവർക്കും തോന്നും. ബട്ട് നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഐ എം ഷുവർ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന്. ആൻഡ് SQLന്റെ തുടക്കം മാത്രമേ ഉള്ളൂ ഇത്. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് പോയിന്റ്. ഇവിടെ നിങ്ങൾക്ക് വെറും ക്രിയേറ്റ്, ഡ്രോപ്പ്, ഓൾട്ടർ, ഇൻസർട്ട്, ഡിലീറ്റ് ആൻഡ് അപ്ഡേറ്റ് മാത്രം പഠിച്ചാൽ മതി. യു ഡു നോട്ട് വോണ്ട് ടു സ്റ്റഡി സെലക്ട് വരുമ്പോഴാണ് ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം. ഇതിന്റെ എല്ലാത്തിന്റെയും സിന്റാക്സുകൾ ദയവ് ചെയ്ത് സ്വന്തമായിട്ട് സിന്റാക്സ് എഴുതി വെക്കരുത്. ഐ വിൽ ബി ഹെൽപ്ലെസ്. ഐ കനോട്ട് ഈവൻ പുട്ട് ഹാഫ് മാർക്ക് ഫോർ എ റോങ് സിന്റാക്സ്. സിന്റാക്സ് തെറ്റിച്ചെഴുതിയിട്ട് നിങ്ങൾക്ക് ടീച്ചർ മാർക്ക് തരും എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഈസ് അട്ടർ നോൺസെൻസ്. ഇറ്റ് വോണ്ട് ഹാപ്പൻ. സിന്റാക്സ് കൃത്യമായി പഠിച്ചു വെക്കുക. ക്രിയേറ്റ് എന്ന് കാണുമ്പോൾ തന്നെ ക്രിയേറ്റ് ടേബിൾ ബാക്കി അറിയില്ല, ഇതാണ് അവസ്ഥ. അതല്ല വേണ്ടത്. കറക്റ്റ് ആയിട്ട് ഇതിന്റെ എല്ലാം സിന്റാക്സ് പഠിച്ചു. സോ ലെറ്റ്സ് സീ. സോ ഇതിൽ നിന്ന് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ 1 ഒരു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ER ഡയഗ്രാം ആണ്. ഈ ER ഡയഗ്രത്തിൽ നിന്ന് ഇതിന്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് ഇതിന്റെ സ്കീമ എഴുതാൻ പറ്റണം. സ്കീമ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടേബിൾ ആണ്. ആർട്ടിസ്റ്റ് ഇസ് ആൻ എൻറ്റിറ്റി. അതിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് ഈ കിടക്കുന്ന രണ്ടെണ്ണം. ഇതിന് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദിസ് ഇസ് എ സ്ട്രോങ് എൻറ്റിറ്റി. ഇതൊരു സ്ട്രോങ് എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് ആരും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ഹാവ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അതിന്റെ ആർട്ടിസ്റ്റ് ഐഡിയും ആർട്ടിസ്റ്റ് നെയിമും ഉണ്ട്. സോ സിമ്പിൾ. ഇനി അടുത്തത് കിടക്കുന്നത് ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ആൽബം വീക്ക് എൻറ്റിറ്റി ആണ്, ട്രാക്ക് വീക്ക് എൻറ്റിറ്റി ആണ്, പ്ലേഡ് വീക്ക്. അതായത് ഒരു ആൽബം എന്ന് പറയുന്ന സാധനത്തിന് ആൽബം ഐഡിയും ആൽബം നെയിമും മാത്രമേ. പക്ഷെ ആർട്ടിസ്റ്റ് ഇല്ലാത്ത ഒരു ആൽബം ഉണ്ടോ? ഇപ്പൊ ഒരു ആൽബം എടുക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും പോപ്പുലർ സോങ് നമ്മുടെ കരിങ്കാളിയല്ലേ എന്ന് പറയുന്ന ഒരു സോങ്.
ആ സോങ്ങിന് ഒരു ആൽബം ഐഡിയും ആൽബം നെയിമും മാത്രം വെച്ച് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത് പാടിയ ആൾ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ അകത്ത് വർക്ക് ചെയ്ത ആൾക്കാരെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ആ ആർട്ടിസ്റ്റിന്റെ ഒരു ഐഡിയും കൂടെ വന്നാലേ അതൊരു അത് കംപ്ലീറ്റ് ആവുള്ളൂ ഈ ഡയഗ്രാം പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ആൽബമിന് തന്നെ ഒരു നിലനിൽപ്പില്ല, അതുകൊണ്ടാണ് ഇത് വീക്ക് എൻറ്റിറ്റി ആയിട്ടുള്ളത്. സോ ആൽബം ഐ ഡി എന്ന് പറയുന്നതിന്റെ താഴെ നമ്മൾ കുത്ത് വരയും. Hello, please wait. I will be back soon. Am I visible? Hello? Ma'am. Yeah, okay. ഇവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ്, സോറി. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ആൽബം എന്ന് പറയുന്നതിന് തന്നെ നിൽക്കാൻ പറ്റില്ല. ആൽബത്തിന് ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആൽബം ഉള്ളൂ. സോ ഈ ഒരു താഴെ രണ്ട് കുത്ത് ഉള്ള ഒരു ഐ ഡി കിടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇതിന് തന്നെ നിൽക്കാൻ പറ്റില്ല. ഇതിനൊരു സ്ട്രോങ് എൻറ്റിറ്റിയുടെ ഒരു കീയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ, അതായത് ഒരു ഫോറിൻ കീ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് നിലനിൽപ്പുള്ളൂ എന്നാണ് അതിന്റെ മീനിങ്. സോ എന്ത് ചെയ്യണം? ആൽബത്തിന് നിൽക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ആക്ച്വലി ബോറോ ദി പ്രൈമറി കീ ഓഫ് ആർട്ടിസ്റ്റ്. ഇതിന്റെ തൊട്ട് കണക്ട് ചെയ്തേക്കുന്ന സ്ട്രോങ് എൻറ്റിറ്റി ആരാണോ അതിൽ നിന്ന് കടം എടുക്കണം. സോ ആൽബം ഐ ഡി വേണം, ആർട്ടിസ്റ്റ് ഐ ഡി വേണം, പിന്നെ ഇതിന്റെ സ്വന്തം ആൽബം. ഇത്രയുണ്ടെങ്കിൽ ആൽബത്തിന് തന്നെ വെക്കാൻ പറ്റും. ഇനി അടുത്ത എൻറ്റിറ്റി ഈസ് ട്രാക്ക്. ട്രാക്കും എഗെയിൻ ഇതും ഒരു വീക്ക് എൻറ്റിറ്റിയാണ്. ഇതും ഇതുപോലെ കടം എടുക്കണം. കടം എടുക്കാൻ നേരത്ത് ഈ ട്രാക്ക് കടം എടുക്കുമ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുള്ള എല്ലാവരുടെ അടുത്തും കടം എടുക്കണം. സോ ട്രാക്കിന് ട്രാക്ക് ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇത് എവിടെ നിന്ന് കടം എടുക്കണം? ആൽബത്തിൽ നിന്ന് കടം എടുക്കണം. ആൻഡ് സ്ട്രോങ് എൻറ്റിറ്റി ആയ ആർട്ടിസ്റ്റ് ഐ ഡിന്നും കൂടെ കൂടിയിട്ട് കടം എടുത്താൽ മാത്രമേ അതിന് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, അല്ലാതെ അതിന് തന്നെ എടുക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ സംഭവം. ആൻഡ് പ്ലേഡ് വരുമ്പോൾ പ്ലേഡ് ആരുടെ അടുത്തൊക്കെ കടം എടുക്കണം? ട്രാക്കിൽ നിന്ന് കടം എടുക്കണം, ആൽബത്തിന്റെ ഐ ഡി കടം എടുക്കണം, ആർട്ടിസ്റ്റ് ഐ ഡിന്ന് കടം എടുക്കണം. ദിസ് ഇസ് ഹൗ നിങ്ങൾ ഒരു ഡയഗ്രത്തിനെ എങ്ങനെ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് സ്കീമയായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് വൺ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നതാണ് അടുത്തത്. നിങ്ങൾ മിക്കവാറും ആൾക്കാർക്ക് അതൊരു വലിയ വെല്ലുവിളിയായിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു സാധനമായിരിക്കും നിങ്ങളുടെ ഈ പറയുന്ന നിങ്ങളുടെ റിലേഷണൽ ഓൾജിബ്രയിലെ കാര്യങ്ങൾ. സോ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. സോ കൺസിഡർ റിലേഷൻ ഫോർ എ ഡാറ്റാബേസ് ഉണ്ട്. അതിൽ ബിസിനസ് ട്രിപ്പ് ഓഫ് എ സെയിൽസ് പേഴ്സൺ നോക്കുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് തന്നേക്കുന്നത്. സോ ഇതില് സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, ട്രിപ്പ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്, എക്സ്പെൻസ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. സെയിൽസ് പേഴ്സന്റെ അകത്ത് പ്രൈമറി കീ SSN നമ്പർ ആണ്. ട്രിപ്പ് നമ്മുടെ ആധാർ നമ്പർ പോലെ അമേരിക്കക്കാരുടെ നമ്പറാണ് SSN. അത്ര ഉള്ളൂ സംഗതി. ട്രിപ്പ് എന്ന് പറയുന്നതിന്റെ അകത്ത് ട്രിപ്പ് ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ SSN നമ്പർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ ട്രിപ്പ് പോവാണെങ്കിൽ എന്റെ SSN നമ്പർ ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. ഞാൻ ട്രിപ്പ് പോവാണെങ്കിൽ ഇവിടെ സെയിൽസ് പേഴ്സൺ ആണ്. അപ്പൊ സെയിൽസ് പേഴ്സൺ ആയ എന്റെ ഏത് സിറ്റിയിൽ നിന്ന് ഏത് സിറ്റിയിലേക്ക് എന്ന് ഡിപ്പാർച്ചർ ചെയ്യുന്നു എന്ന് റിട്ടേൺ ചെയ്യുന്നു, അതിന്റെ ട്രിപ്പിന്റെ ഐ ഡി. എക്സ്പെൻസസ് അതിന് എത്ര രൂപ അക്കൗണ്ട് വന്നതാണ് അറിയേണ്ടത്. സോ ഞാൻ ഇപ്പോ ഇവിടെ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ട്രിപ്പ് ക്യാൻ ബി ചാർജ് ടു 1 or more അക്കൗണ്ട്സ്. സ്പെസിഫൈ ദി ഫോറിൻ കീ ഫോർ ദ സ്കീമ സ്റ്റാർട്ടിങ് എനി അസംഷൻസ് യൂണിറ്റ്. ഒരു ട്രിപ്പിന് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോറിൻ കീ ആയിട്ട് എന്ത് കൊടുക്കണം എന്നാണ് ചോദിച്ചേക്കുന്നത്. മോർ ദാൻ 1 അക്കൗണ്ടിലേക്ക് എനിക്ക് ഇതിനെ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സ്പെൻസ് ടേബിളിൽ ഒരേ ട്രിപ്പ് ഐ ഡിയിലേക്ക് ഡിഫറെന്റ് അക്കൗണ്ട് നമ്പർ ഉണ്ടാകുക എന്നുള്ളതാണ്
അതിന്റെ മീനിങ്. സോ അങ്ങനെയാണെങ്കിൽ ഈ സ്കീമയ്ക്ക് എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? അപ്പൊ നമ്മളിത് ഇവിടെ ട്രിപ്പ് ഐ ഡിയും അക്കൗണ്ട് നമ്പറും നമ്മൾ ഓൾറെഡി ഫോറിൻ കീ ആയിട്ട് നമ്മൾ ഇവിടെ എക്സ്പെൻസ് ടേബിളിൽ ട്രിപ്പ് ഐ ഡി ആൻഡ് അക്കൗണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കൂടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി കൊടുക്കുവാണെങ്കിൽ, എക്സ്പെൻസിന് ഒരു ഐ ഡി കൊടുക്കുകയാണെങ്കിൽ അല്ലേ ഈ എക്സ്പെൻസ് ഐ ഡി എന്ന് പറയുന്നത് ഈ ട്രിപ്പ് ഐ ഡിക്ക് ഈ അക്കൗണ്ട് നമ്പറിനുള്ളത്, അടുത്ത എക്സ്പെൻസ് നമ്പർ എന്ന് പറയുന്നത് അടുത്ത ട്രിപ്പ് ഐ ഡി, അടുത്ത വേറൊരു അക്കൗണ്ട് നമ്പറിന് ഇന്ന രൂപ. അങ്ങനെ ഒരെണ്ണം കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്നും കൂടി ബെറ്റർ ആക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ നിങ്ങൾക്ക് ഇതിന് എഴുതാം. അടുത്ത ക്വസ്റ്റൻ ആണ് എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. റിലേഷണൽ ഓൾജിബ്ര എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞിരുന്നത്. ടു ഗെറ്റ് ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് പേഴ്സൺ ഹു ഹാവ് ട്രാവൽഡ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് ഡൽഹി ആൻഡ് ദി ട്രാവൽ എക്സ്പെൻസസ് ഗ്രേറ്റർ ദാൻ 50,000. സോ നിങ്ങളുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഒരു എക്സ്പ്രഷൻ എഴുതാനാണ്. എക്സ്പ്രഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എഴുതുന്നതാണ് എപ്പോഴും സേഫ്. അതായത് സബ് എക്സ്പ്രഷൻസ് ആക്കി എഴുതിക്കൊണ്ടേയിരിക്കുക. അല്ലാണ്ട് ഒരൊറ്റ എക്സ്പ്രഷനിൽ ഇതെല്ലാം കൂടി എഴുതാൻ നിന്ന് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ലോ. ഐ എം ഷുവർ നിങ്ങൾ ഇതാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അകത്തേക്ക് ഇത്രയും എക്സ്പ്രഷനുകൾ ഒരുമിച്ച് കയറ്റുക എന്ന് പറയുന്നത് വെരി റിസ്കിയാണ്. നിങ്ങൾ ഇതിനേക്കാൾ എളുപ്പ പണി എന്ന് പറയുന്നത് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന്റെ അകത്തുനിന്ന് കട്ട് ഷോർട്ട് ചെയ്യുക. ഇപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? ഗെറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് സെയിൽസ് പേഴ്സൺ. സെയിൽസ് പേഴ്സന്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. സോ ഇവിടെ സെയിൽസ് പേഴ്സന്റെ ഡീറ്റെയിൽസ് കിട്ടണം. ഹു ട്രാവൽഡ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് ഡൽഹി. മുംബൈയിൽ നിന്ന് ഡൽഹി പോയ ആൾക്കാർ ആരൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം. എന്നിട്ട് വേണം അവരുടെ എക്സ്പെൻസ് 50,000 മുകളിലാണോ എന്ന് കണ്ടുപിടിക്കാൻ. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് മുംബൈയിൽ നിന്ന് ഡൽഹി പോയ ആൾക്കാർ മാത്രം എനിക്ക് മതി. മുംബൈയിൽ നിന്ന് ഡൽഹി പോയിട്ടാണല്ലോ 50,000 മുകളിൽ. അപ്പൊ മുംബൈയിൽ നിന്ന് ഡൽഹി പോയവരെ മാത്രം ഞാൻ കണ്ടുപിടിക്കാൻ പോകും. സോ ഏത് ക്വസ്റ്റൻ എടുത്താലും ഏറ്റവും എളുപ്പത്തിൽ എനിക്ക് ഇതിനകത്ത് കിട്ടാൻ പോകുന്നത് സബ്ക്വറി ഏതാന്ന് കണ്ടുപിടിക്കാം. സോ ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് ട്രാവൽ ചെയ്ത സിറ്റി മുംബൈ ആൻഡ് ടു ഡൽഹി ട്രിപ്പ് എന്ന് പറയുന്ന ടേബിളിൽ കാണും. ഈ പറയുന്ന ഫ്രം സിറ്റി ടു സിറ്റി എന്ന് പറയുന്നത് ട്രിപ്പ് എന്ന് പറയുന്ന ഒറ്റ ടേബിളിലുണ്ടാവും. നിങ്ങൾ ഒരു ടേബിൾ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്നതിനെയും തമ്മിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ജോയിൻ ചെയ്യാൻ പോവാണ്. അതാണ് ഈ സ്റ്റാർ എന്ന് പറയുന്ന സൈൻ. അതായത് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് മുംബൈ ടു ഡൽഹി ട്രാവൽ ചെയ്ത ആൾക്കാരുടെ എല്ലാ ഡീറ്റെയിൽസും എനിക്ക് വേണം. ഈ ട്രിപ്പ് എന്ന് പറയുന്ന ടേബിളിൽ ആകെയുള്ളത് എന്നാ? SSN നമ്പർ മാത്രം. എനിക്ക് ഈ SSN നമ്പറും ഈ SSN നമ്പറും തമ്മിൽ മാച്ച് ചെയ്യുന്ന ആൾക്കാരുടെ ഫുൾ ഡീറ്റെയിൽസ്. അപ്പൊ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഇതിന്റെ അകത്ത് സെയിൽസ്മാൻ 1ഉം സെയിൽസ്മാൻ 2ഉമാണ് ഈ പറയുന്ന മുംബൈ ടു ഡൽഹി ട്രാവൽ ചെയ്തത്. അപ്പൊ എനിക്ക് ട്രിപ്പ് എന്ന് പറയും ഈ ഒരു ടേബിളിന്റെ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്ന 1ഉം 2ഉം ആയിരിക്കും. 1, 2 എന്ന് പറഞ്ഞ ഡീറ്റെയിൽ കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഏത് സെയിൽസ് പേഴ്സൺ ആണെന്ന് എങ്ങനെ മനസ്സിലാകും? അപ്പൊ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവരെ എന്ത് ചെയ്യണം? അവരുടെ ഡീറ്റെയിൽസ് ഇരിക്കുന്ന ടേബിൾ ഏതാ? സെയിൽസ് പേഴ്സൺ എന്ന് പറയുന്ന ടേബിളാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവരെ തമ്മിൽ നാച്ചുറൽ ജോയിൻ, ഈ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ജോയിൻ അല്ല, നാച്ചുറൽ ജോയിൻ. അതായത് ഇവര് തമ്മിൽ കോമൺ ആയിട്ടുള്ള ഈ ഏതാണോ അവരെ വച്ചിട്ട് കോമൺ ആയിട്ടുള്ളത് മാത്രം എടുക്കുക. അപ്പൊ ഈ 1ഉം 2ഉം എന്ന് പറയുന്ന ആ വാല്യൂസ് ഉള്ള ആൾക്കാരുടെ നെയിം, ഇയർ, സ്റ്റാർട്ട് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഈ രണ്ട് ടേബിളും കൂടെ കമ്പൈൻ ചെയ്തൊരു ഫുൾ ടേബിൾ കിട്ടും. ഇനി അതിന്റെ അതേ സാധനത്തിന്റെ തന്നെ എക്സ്പെൻസും കൂടി എനിക്ക് വേണം. എന്നാലാണ് എനിക്ക് എത്ര രൂപ ചെലവായി എന്നറിയാൻ പറ്റും. അപ്പൊ അതേ സാധനത്തിന്റെ അകത്തുനിന്ന് എനിക്ക് എക്സ്പെൻസ് എന്ന് പറയുന്ന അടുത്ത ടേബിളിലാണ്. അപ്പൊ ഈ ഇവരുടെ രണ്ടുപേരുടെയും എക്സ്പെൻസ് എത്രയാണെന്നും കൂടി എനിക്കറിയാം. അപ്പൊ ആ എക്സ്പെൻസ് എന്ന് പറയുന്നതും കൂടി ചേർത്ത് ഞാൻ വീണ്ടും നാച്ചുറൽ ജോയിൻ ചെയ്തു. അപ്പൊ ഇതിനെ നാച്ചുറൽ ജോയിൻ ചെയ്തു, സെയിൽസ് പേഴ്സണുമായിട്ട് നാച്ചുറൽ ജോയിൻ ചെയ്തു, എക്സ്പെൻസുമായിട്ട് നാച്ചുറൽ ജോയിൻ ചെയ്തു. ഇപ്പൊ എനിക്കൊരു വലിയ ടേബിൾ കിട്ടും. വലുതെന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഹെഡിങ്ങും ഉള്ള 1ന്റെയും 2ന്റെയും ഇൻഫർമേഷൻ മാത്രമുള്ള ഒരു വലിയ ടേബിൾ കിട്ടും. എനിക്കിനി അതിന്റെ അകത്തുനിന്ന് എന്ത് വേണം? ഇതിന്റെ അകത്ത് 50,000 രൂപയ്ക്ക് മുകളിൽ ട്രാവൽ ചെയ്തവരുടെ ഡീറ്റെയിൽസ് മാത്രം മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ വീണ്ടും സെലക്ട് കൊടുക്കുകയാണ്. എമൗണ്ട് ഗ്രേറ്റർ ദാൻ 50,000. 50,000 മുകളിലുള്ളത് മാത്രം മതി എനിക്ക്. അപ്പൊ വീണ്ടും ഞാൻ അടുത്ത ഇതിൽ കൊടുക്കുകയാണ് 50,000. അങ്ങനെയുള്ളവരുടെ കണ്ണിക്കണ്ട ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് വേണ്ട. അപ്പൊ നമുക്കിപ്പോ ആവശ്യമുള്ള ആൾക്കാരെ മാത്രം കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് ഡിസ്പ്ലേ ചെയ്തപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ
നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതായ എല്ലാ സാധനങ്ങളും കയറി വേണ്ട. എനിക്ക് അവരുടെ ആകെ SSN നമ്പർ, നെയിം, സ്റ്റാർട്ട് ഇയർ, ഡിപ്പാർട്ട്മെന്റ് നമ്പർ, ഇത്രയും മാത്രം മതി. അപ്പൊ ഈ സാധനത്തിൽ നിന്ന് ഇതിന്റെ ഇത്രയും ഡീറ്റെയിൽസ് മാത്രം പ്രൊജക്ട് ചെയ്തെടുക്കുക. ദിസ് ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ ക്രാക്കിംഗ് ദിസ് പ്രോബ്ലം. ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതിനെ സബ് ക്വറീസ് ആക്കുക. ഇതിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും വെച്ച് കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ക്വറി എഴുതാൻ അറിയാം എന്ന് ടീച്ചർക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിൽ 1-2 ഒക്കെ ശരിയാണെങ്കിൽ അവരായിട്ട് കുറച്ച് മാർക്കെങ്കിലും തരും. എന്റെ ഏറ്റവും വലിയ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് 0.5 is always greater than 0. നിങ്ങൾക്ക് 0 കിട്ടിയ, നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ യു വിൽ ഗെറ്റ് 0. നിങ്ങൾ അത് അറ്റംപ്റ്റ് ചെയ്തു തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേ ബി 1 or 2 മാർക്ക് ചിലപ്പോൾ ഇട്ട് തരാം. അതുകൊണ്ട് അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക. If you have any doubts, please ask. Then another question, this is another question of same ടൈപ്പിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഈ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന സ്കീമയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എഴുതിയ സ്കീമയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ എഴുതത്തുള്ളൂ, ബിക്കോസ് എനിക്കിതാണ് എളുപ്പം. ഞാൻ ചെറുതാക്കി കമ്പൈൻ ചെയ്ത് നമുക്ക് ആവശ്യമുള്ള എല്ലാം കമ്പൈൻ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം പ്രൊജക്ട് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ എഴുതി വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. സോ ദീസ് ആർ സം ഓഫ് ദി ക്വസ്റ്റ്യൻസ്. എല്ലാം ഒന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ഇല്ല, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാവുന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഉള്ളൂ. ഒരു ബുക്സ് മെമ്പേഴ്സ് ഇഷ്യൂഡ് ഡേറ്റ് തന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സഷൻ നമ്പർ ആൻഡ് നെയിംസ് ഓഫ് 3rd എഡിഷൻ ബുക്ക് പബ്ലിഷ് ഇൻ 2018. 2018 പബ്ലിഷ് ചെയ്തായിരിക്കണം. എഡിഷൻ എന്ന് പറയുന്നത് 3 ആയിരിക്കണം. അതിന്റെ എന്ത് സാധനമൊക്കെ വേണം? ആക്സഷൻ നമ്പറും നെയിമും മാത്രമേ. സോ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടൈറ്റിലാണ്. സോ ഞാൻ എന്തൊക്കെ പ്രൊജക്ട് ചെയ്യുന്നു? ആക്സഷൻ നമ്പർ, ടൈറ്റിൽ പ്രൊജക്ട് ചെയ്യുന്നു. ആരുടെ? അതിന്റെ ഉള്ളിൽ റോസ് സെലക്ട് ചെയ്യാനാണ് ഈ സെലക്ട് കൊടുത്തിരിക്കുന്നത്. ഇയർ 2018 ആയിരിക്കണം. എഡിഷൻ എന്ന് പറയുന്ന 3 ആയിരിക്കണം. ദിസ് ഇസ് ഹൗ. നിങ്ങൾക്ക് ഇതിനെ വേണമെങ്കിൽ സബ് എഡിറ്റ്, നമുക്ക് സബാക്കി ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഇങ്ങനെ ചെറിയ ക്വറീസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. ഇതുപോലെ നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തത് എന്റെ നോട്ട്സിലുണ്ട്. യു ക്യാൻ ആക്ച്വലി വെരിഫൈ. നിങ്ങൾക്ക് അത് ഇതിൽ ഗോ ത്രൂ ചെയ്യാം, എന്നിട്ട് പോവാം. ദിസ് ഇസ് അനദർ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ തുടക്കത്തെ ഹാഫ് പഠിക്കണം എന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ഇന്റഗ്രിറ്റി കൺസ്ട്രെയിൻ ആ ഒരു റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പിന്നെ SQLന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്. കൺസിഡർ 2 ടേബിൾ, സ്റ്റുഡന്റും എൻറോൾമെന്റും. റോൾ നമ്പർ ഇൻ എൻറോൾമെന്റ് is a foreign key referring to student. It is required that every time a student tuple is deleted, all enrollment tuple referring to the student are also deleted. അതായത് നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് ഒരു അഡ്മിഷൻ എടുത്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾക്ക് വേറൊരു പ്രത്യേക ഹയർ വേറെ ഒരു എൻറോൾമെന്റ് കിട്ടിയിട്ട് ഇതിന് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ എൻറോൾമെന്റ് ടേബിളിൽ നിന്ന് നിങ്ങളെ ഡിലീറ്റ് ചെയ്യുകയാണ് എങ്കിൽ ആ ഡിലീറ്റ് ചെയ്ത റോൾ നമ്പർ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ടേബിളിൽ നിന്നും ഒക്കെ ഡിലീറ്റ് ആയി പോകണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതായത് ദാറ്റ് ഇസ് എ കേസ് ഓഫ് കാസ്കേഡ് ഡിലീറ്റ്. കാസ്കേഡ് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു സാധനമാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ വേണം എഴുതാൻ. റോൾ നമ്പർ എന്ന് പറയുന്ന ഇന്റ് ഫോറിൻ കീ, അത് റെഫറൻസ് ചെയ്യുന്നത് സ്റ്റുഡന്റ് റോൾ നമ്പറിനെയാണ്. ഓൺ ഡിലീറ്റ് കാസ്കേഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ഡിലീറ്റ് ആയാൽ അത് എവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ, അത് ഫോറിൻ കീ ആയിട്ട് വരുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഡിലീറ്റ് ആയി. ഇങ്ങനെ പല മെത്തേഡ്സ് ഉണ്ട്. ലൈക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഫോറിൻ കീ എന്ന് പറഞ്ഞ് അങ്ങനെ കാസ്കേഡ് ഡിലീറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ കൺസ്ട്രെയിൻ ആയിട്ട് കൊടുത്ത് ചെയ്യാം. ഇതൊക്കെ ഇതിന്റെ മെത്തേഡ്സ് ആണ്. സോ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചിട്ട് പോകണം, എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതാണ് ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് മൊഡ്യൂൾ 3, ദാറ്റ് ഇസ് SQL DML ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷൻ. ഇത് ഡിഫിക്കൽട്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതിന്റെ മെയിൻ കാരണം SQL ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വിൽ ബി ലൈക്ക് ദാറ്റ്. അതിൻ്റെ അകത്ത് എന്തായാലും ക്വയറി ചോദിക്കും. നിങ്ങൾ ക്വയറി ചോദിക്കില്ല എന്ന് വിചാരിച്ച് പോകണ്ട, ക്വയറി ചോദിക്കും. പക്ഷെ ഞാനിപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യു ട്രൈ ടു മേക്ക് ഇറ്റ് സിമ്പിൾ. സബ് ക്വയറീസ് ആയിട്ട് ചെയ്യാൻ നോക്കുക. സബ് ക്വയറി എഴുതി അതിന്റെ ഉള്ളിലേക്ക് കൊടുത്ത് അങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. സോ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ നോക്കുക. പിന്നെ ഫിസിക്കൽ ഡാറ്റ ഓർഗനൈസേഷന്റെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം.
എഴുതി പഠിക്കുക, ടേംസ് ടെർമിനൽ നിങ്ങളത് എഴുതി ചെയ്ത് പഠിക്കുക. ഞാൻ ഇൻഡെക്സിങ്ങിന്റെ മാത്രം ഒരു വീഡിയോ ആക്കി എന്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോർ ലാസ്റ്റ് മിനിറ്റ് റെഫറൻസ് ഇറ്റ് ഇസ് വെരി ഗുഡ്. ആ ഒരു പ്രോബ്ലംസ് മാത്രം നോക്കിയിട്ട് പോയാൽ നിങ്ങൾക്ക് അതിന്റെ അകത്തുനിന്ന് ഒരു മാർക്ക് പോലും പോവാതെ നിങ്ങൾക്ക് കിട്ടും. 8-9 മാർക്സ് വെറുതെ കിട്ടുന്നൊരു ഏർപ്പാടാണത്. ചിലപ്പോ മാത്രമേ നിങ്ങൾക്ക് അതിൽ നിന്ന് D3 D+3 ഒക്കെ ചോദിച്ചോളൂ. ചോദിച്ചാൽ അതിന്റെ സ്ട്രക്ചർ മാത്രമേ ചോദിച്ചോളൂ. അതിന്റെയും വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഒന്ന് റെഫർ ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. സോ ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ ഫ്രം SQL. സോ നിങ്ങൾക്ക് കുറച്ച് ടേബിൾസ് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചേക്കാണ്. നെയിം ഓഫ് കോഴ്സ് ടോട്ട് ബൈ പ്രൊഫസർ രാജു. പ്രൊഫസർ രാജു പഠിപ്പിക്കുന്ന കോഴ്സുകളുടെ പേര്. സോ ഇതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ടേബിളിൽ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്, എടുക്കാൻ എളുപ്പമാണ്. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ സിംഗിൾ ടേബിളിൽ നിന്ന് ഇപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ റോൾ നമ്പർ വന്നിട്ട് അവരുടെ നെയിം കണ്ടുപിടിക്കണം. ഇറ്റ് ഇസ് വെരി സിമ്പിൾ. സെലക്ട് നെയിം ഫ്രം സ്റ്റുഡന്റ് വെയർ റോൾ നമ്പർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിംഗിൾ ടേബിൾ ഉള്ളവരുടെ എളുപ്പം. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫസർ രാജു എന്ന് പറയുന്ന ആള് പഠിപ്പിക്കുന്ന കോഴ്സസ്. അപ്പൊ പ്രൊഫസർ ടേബിളിൽ ആകെ ഉള്ളത് പ്രൊഫസറിന്റെ പേര് കിടക്കുന്നത് പ്രൊഫസർ ടേബിളിൽ, അയാൾ പഠിപ്പിക്കുന്ന കോഴ്സ് കിടക്കുന്നത് കോഴ്സ് ടേബിളിൽ. ഇതാണ് പ്രശ്നം. ഈ രണ്ട് ടേബിൾ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ടേബിളുകൾ ഏതൊക്കെയാണ്. ഈ രണ്ട് ടേബിൾ ആണെങ്കിൽ രണ്ട് ടേബിൾ, ആ രണ്ട് ടേബിളും നിങ്ങൾക്ക് വേണം. സോ നമുക്ക് ആ ടേബിളിൽ നിന്ന് എന്ത് വേണം? കോഴ്സ് നെയിം ഫ്രം പ്രൊഫസർ പി. പ്രൊഫസർ എന്ന് പറയുന്നതിന് പി എന്ന് പറഞ്ഞ് നമ്മളൊരു പേര് കൊടുത്തു. ആൻഡ് കോഴ്സിന് നമ്മൾ സി എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. അപ്പൊ സി എന്ന് പറയുന്ന ടേബിളിലെ സി നെയിം, കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ കോഴ്സ് നെയിമിനെയാണ് ഞാൻ എടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അകത്ത് പ്രൊഫസർ എന്ന് പറയുന്ന ടേബിളിലെ പ്രൊഫസർ ഐ ഡിയും സി എന്ന് പറയുന്ന അതല്ലെങ്കിൽ കോഴ്സ് എന്ന് പറയുന്ന ടേബിളിലെ ടോട്ട് ബൈ, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഈ രണ്ട് ടേബിളിൽ കോമൺ ആയിട്ടുള്ളത് എന്ത് സാധനമാണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഇവിടെ ഇവർ രണ്ടുപേരെ കറക്റ്റ് ചെയ്യുന്നത് പ്രൊഫസർ ഐ ഡിയും ടോട്ട് ബൈ എന്ന് പറയുന്ന രണ്ട് സാധനമാണ്. ഇവരെ ഇങ്ങനെയാണ് ഇത് ക്രാക്ക് ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ടേബിളുകൾ തമ്മിൽ കണക്ട് ചെയ്യണമെങ്കിൽ രണ്ടും തമ്മിൽ കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കാണും, അത് തമ്മിൽ ഈക്വൽ എന്ന് പറഞ്ഞ് കൊടുക്കും. പിന്നെ ആൻഡ് എന്ന് എഴുതിയിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണോ അത് കൊടുക്കുക. പ്രൊഫസർ ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു പ്രൊഫസർ രാജു. ഇങ്ങനെ മാത്രമേ ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. ഇത് ചെയ്യണമെങ്കിൽ യു ഷുഡ് ഗോ ത്രൂ ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. ഞാൻ നിങ്ങൾക്ക് എന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഞാൻ ആ DBMSന്റെ ഇതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതിൽ കൂടെ ഒന്ന് തന്നെ നോക്കുക. അതിൻ്റെ ഉള്ളിൽ പ്രീവിയസ് മൊഡ്യൂൾ 3 and 4 ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ടൊരു മെറ്റീരിയൽ ഉണ്ട്. ആ മെറ്റീരിയലിൽ ഞാൻ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ PPTയിലും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ ക്വസ്റ്റ്യനുകൾ കണ്ട് പരിചയമാവണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ക്വറിക്കകത്തുള്ള സബ് ക്വറി, പിന്നെ ഈ പറയുന്ന ഹാവിങ്, ഗ്രൂപ്പ് ബൈ, ഈ കോൺസെപ്റ്റുകൾ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ആ കോൺസെപ്റ്റും കൂടി പഠിക്കണം, എന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. ഗ്രൂപ്പ് ബൈ എന്തിനാണ്, ഗ്രൂപ്പ് ബൈയുടെ അകത്ത് ഇപ്പൊ കൂടെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് എന്തിനാണ്, അഗ്രിഗേറ്റ് ഫങ്ഷനും ഗ്രൂപ്പ് ബൈയും തമ്മിലുള്ള ബന്ധം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. സോ അത് പഠിക്കണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് നിങ്ങളുടെ ഇൻഡെക്സിങ്ങിന്റെ ക്വസ്റ്റ്യൻ. ഇൻഡെക്സിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ സിമ്പിൾ ഫയൽസിന്റെ കാര്യങ്ങൾ പഠിക്കണം. അതുപോലെ ഇൻഡെക്സിങ് മാത്രം ഞാൻ വീഡിയോ ഇട്ടുണ്ട്. സ്റ്റിൽ ഞാൻ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഓർഡേർഡ് ഫയൽ ഉണ്ട്. ഓർഡേർഡ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഡർ ചെയ്താണ് വെച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കീ കാണും അതിന്റെ പേരിൽ, അതിങ്ങനെ റോൾ നമ്പർ വെച്ച് ഓർഡർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫയൽ. അതിൻ്റെ അകത്ത് മൊത്തം ഓൾമോസ്റ്റ് 4 ലക്ഷം 4 lakh റെക്കോർഡ്സ് ഉണ്ട്. അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു ഡിസ്കിലാണ്. ആ ഒരു ഡിസ്കിന്റെ ഒരു ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് 4096 ബൈറ്റ്സ് ആണ്. ഇതിനകത്ത് എപ്പോഴും മിക്കവാറും നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻസിൽ ഈ ബ്ലോക്ക് സൈസ്, റെക്കോർഡ് സൈസ് അങ്ങനത്തെ ഉള്ളതൊക്കെ 2ന്റെ പവേഴ്സ് ആയിട്ടായിരിക്കും തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പേടിക്കാനില്ല. സോ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് വിൽ ബി 4096 ബൈറ്റ് ആണ്. ഓക്കെ. സോ ആൻഡ് ഫയൽസ് ആർ ഓഫ് ഫിക്സഡ് സൈസ്. എല്ലാ ഫയൽസും ഫിക്സഡ് സൈസ് ആയിരിക്കും. അൺസ്പാൻഡ് ആണ്. അതായത് ഒരു ബ്ലോക്കിന് ഇപ്പൊ മൊത്തം സെയിം ബ്ലോക്കിന്റെ സൈസ് 4096 ആണ്. സേ 4098 വരികയാണ് എങ്കിൽ ഒരു 2 ബ്ലോക്ക് വേണം. അപ്പൊ അതിങ്ങനെ 4096 വരെ ഒരു ബ്ലോക്കിൽ, അത് കഴിഞ്ഞ് രണ്ടെണ്ണം മാത്രം 2 ബൈറ്റ് മാത്രം അടുത്ത ബ്ലോക്കിൽ, അങ്ങനെ വെക്കാൻ പറ്റില്ല.
അങ്ങനെ അതിങ്ങനെ സ്പാൻ ചെയ്ത് പോകുന്ന ഒരു സാധനമില്ല, അൺസ്പാൻഡ് ആണ്. ഇതിൻ്റെ അകത്ത് ഇത്ര അത്രേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് അൺസ്പാൻഡ്. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഒരു റെക്കോർഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വിൽ ബി 200 bytes. വൺ റെക്കോർഡ് ലെങ്ത് എന്ന് പറയുന്നത്, ഇത് നമുക്ക് വെക്കേണ്ടത് ഇപ്പൊ ഒരു ടേബിൾ ആണ് വെക്കേണ്ടതെങ്കിൽ ആ ടേബിളിന്റെ അകത്ത് ഒരു സ്റ്റുഡന്റ് ഇൻഫർമേഷൻ ടേബിൾ ആണ്. അപ്പൊ ഒരു സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് മൊത്തം നോക്കുകയാണെങ്കിൽ 200 byte വരും. അപ്പൊ 200 byte എനിക്ക് വെക്കണം. അപ്പൊ അങ്ങനെ എത്ര ബ്ലോക്സ് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഈ പറയുന്ന ബൈനറി സെർച്ച് ആണെങ്കിൽ എന്തോരം വരും, എത്ര ബ്ലോക്ക് ആക്സസ് വരും, ലീനിയർ സെർച്ച് ആണെങ്കിൽ, ഇതൊക്കെയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. സോ നമ്മളടുത്ത് ചോദിച്ചേക്കുന്നതിൽ ഇതൊരു ഓർഡേർഡ് ഫയലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നോട്ട് ഡൗൺ ചെയ്യണം. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമ്പർ ഓഫ് റെക്കോർഡ്സ് എന്ന് പറയുന്നത് 4 lakh ആണ്. ഒരു ബ്ലോക്കിന്റെ സൈസ്, സിംഗിൾ ബ്ലോക്ക് സൈസ് 4096 bytes, അൺസ്പാൻഡ് ആണ്. റെക്കോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് 200 byte ആണ്. സോ നമുക്ക് ഒരു ബ്ലോക്കില്, ഒരു സിംഗിൾ ബ്ലോക്കില് എത്ര റെക്കോർഡ് കൊള്ളും, ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ് കൊള്ളും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ദി BFR, ബ്ലോക്കിംഗ് ഫാക്ടർ എന്ന് പറയും. ദാറ്റ് ഇസ് BFR എന്ന് പറയും, നമ്പർ ഓഫ് ബ്ലോക്സ് പെർ നമ്പർ ഓഫ് റെക്കോർഡ്സ് പെർ ബ്ലോക്ക്. ഒരു ബ്ലോക്കിന്റെ അകത്ത് എത്ര സ്റ്റുഡന്റിന്റെ ഇൻഫർമേഷൻ കയറ്റി വെക്കാം. ഒരു ടേബിൾ ആണെങ്കിൽ ആ ടേബിളിന്റെ അകത്ത് എത്ര റോസിനെ ഒരു ബ്ലോക്കിൽ കൊടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിന്റെ അകത്ത് ഒരു ബ്ലോക്കിന്റെ പകുതി ഒന്നും ആയിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ബാക്കി പകുതി അടുത്ത സ്ഥലത്ത് അങ്ങനെയൊന്നും വെക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ മൊത്തത്തിൽ അല്ലെങ്കിൽ അടുത്ത ബ്ലോക്കിൽ കൊണ്ടുവയ്ക്കണം, അത്രേ പറ്റത്തുള്ളൂ. അപ്പൊ ഒരു ബ്ലോക്കിന്റെ പകുതി ഒന്നും ആക്കി എനിക്ക് വെക്കാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ 12.5 ബ്ലോക്ക് എനിക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല. ഒന്ന് ഹോൾ നമ്പർ ആയിരിക്കണം, എപ്പോഴും ഹോൾ നമ്പർ ആയിരിക്കണം. ഇപ്പൊ 19.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.5 എന്ന് പറഞ്ഞിട്ട് സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ആ 0.5 എന്ത് ചെയ്യും? അപ്പൊ ഒന്നെങ്കിൽ 20 വെക്കാം, ഒന്നെങ്കിൽ 18 വെക്കാം, എന്നിട്ട് ബാക്കി കൊണ്ടുവന്നിട്ട് അടുത്തതിൽ വെക്കാം. അങ്ങനെ പറ്റത്തുള്ളൂ. അല്ലാതെ പകുതിയായിട്ട് അല്ലെങ്കിൽ 19 വെക്കാം, എന്നിട്ട് ആ 0.5 ആയിട്ട് 19.5 അല്ലേ, അപ്പൊ ഒന്നെങ്കിൽ ആ അരയായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അതിന്റെ താഴത്തേക്ക് ആ ബാക്കിത്തെ ഒരു ബ്ലോക്കിനെ നമുക്ക് താഴേക്ക് എടുത്ത് വെക്കാം, അതേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഇവിടെ ബ്ലോക്കിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ താഴത്തേക്ക് റൗണ്ട് ചെയ്യണം. ഇപ്പൊ 19.5 കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ 19 ആയിട്ട് എടുക്കും. അതാണ് ബിക്കോസ് എനിക്ക് ആ 0.5 എവിടെയും വെക്കാനില്ല. 0.5 എനിക്ക് എടുത്ത് അടുത്ത ബ്ലോക്കിൽ കൊണ്ടുവയ്ക്കണം. അല്ലാതെ 19 അരയായിട്ട് ഒരു സ്ഥലത്ത് കൂടില്ല. ആ അര ഉള്ളൂ എങ്കിൽ ആ ഒരേനെ കൊണ്ടുവന്ന് അടുത്ത ബ്ലോക്കിൽ വെക്കാന്നല്ലാതെ എനിക്കൊന്നും ചെയ്യാനില്ല. ദാറ്റ് ഇസ് BFR. ഇനി ഈ BFR കിട്ടിക്കഴിഞ്ഞാൽ ഇനി എത്ര ബ്ലോക്സ് വേണം, നമ്പർ ഓഫ് ബ്ലോക്സ് നീഡഡ്. ദാറ്റ് ഇസ് എത്ര റെക്കോർഡ് ഉണ്ട് ഡിവൈഡഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഫൈൻഡ് ഇങ്ങനത്തെ എത്ര ബ്ലോക്കുകൾ വേണം. ഒരു ബ്ലോക്കിൽ എത്ര റെക്കോർഡ് കൊള്ളും നമ്മൾ കണ്ടുപിടിച്ചു. അതുപോലത്തെ എത്ര ബ്ലോക്സ് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 lakh ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതാണ് 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 20,000 കിട്ടി. ഇത്രയും ബ്ലോക്സ് എനിക്ക് വേണം. ഇനി നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് നീഡഡ് ഫോർ എ ബൈനറി സെർച്ച്. അതായത് ഞാൻ ഈ ഫയലില് ബൈനറി സെർച്ച് ആണ് ചെയ്യുന്നതെങ്കിൽ, ബൈനറി സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എല്ലാ റെക്കോർഡും ഒന്നും നോക്കണ്ട, ഒന്ന് ഡിക്ഷണറി പോലെ പകുതിയാക്കുക. ആ പകുതിയുടെ മുകളിലേക്കാണോ താഴത്തേക്കാണോ, മുകളിലാണെങ്കിൽ മുകളിൽ മാത്രം പോകും, താഴെയാണെങ്കിൽ താഴെ മാത്രം പോകും. അപ്പൊ ഒരു സൈഡ് നമ്മൾ നോക്കുന്നില്ല. ലോഗ് എന്നാണ് ബൈനറി സെർച്ചിന്റെ ആക്സസ് ടൈം. അപ്പൊ അതുകൊണ്ട് തന്നെ ലോഗ് ടു ദ ബേസ് 2b ആയിരിക്കും നമ്മുടെ ഇതിന്റെ ആക്സസ് ടൈം എന്ന് പറയുന്നത്. സോ നമ്മൾ എന്ത് ചെയ്തു, ലോഗ് ടു ദ ബേസ് 2 20,000 ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ബ്ലോക്ക് ആക്സസ് കിട്ടും. ഇനി ലീനിയർ സെർച്ച് ആണ് ചെയ്യുന്നെങ്കിൽ, അതായത് എല്ലാ റെക്കോർഡും നോക്കി പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് കേസിൽ B/2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ 20,000/2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇതുപോലെ ഇൻഡെക്സിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിനകത്ത് എന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇതിപ്പോ എനിക്ക് പറയാനുള്ളൊരു സമയമില്ല, അപ്പൊ ഓൾറെഡി ടൈം കുറച്ചായോണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കംപ്ലീറ്റ്ലി ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾ ഡിക്ഷണറി, നിങ്ങളിപ്പോ ഒരു ബുക്ക് എടുത്താൽ ആ ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ ഇൻഡെക്സ് ഉണ്ടാവും. ആ ഇൻഡെക്സ് എന്തിനാ, ഇൻഡെക്സ് പോയി നോക്കിയാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും എവിടെയാണ് ആ സാധനം കിടക്കുന്നത്. അപ്പൊ അതിൽ തന്നെ പല ടൈപ്പ് ഇൻഡെക്സിങ് ഉണ്ട്. പ്രൈമറി ഇൻഡെക്സിങ്, അതായത് ഒരു പ്രൈമറി കീനെ ബേസ് ചെയ്ത് ഇൻഡെക്സ് ഉണ്ടാക്കും. ക്ലസ്റ്റേർഡ് ഇൻഡെക്സിങ്, ഒരു ക്ലസ്റ്റർ ആക്കി തിരിച്ചിട്ട് ഓരോ ക്ലസ്റ്ററിന്റെയും തുടക്കം കാണുന്ന സ്ഥലം വെച്ചിട്ട് ഇൻഡെക്സ്. സെക്കൻഡറി ഇൻഡെക്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പല ടൈപ്പ് ഇൻഡെക്സിങ് ഉണ്ട്. തമ്മിൽ ബന്ധമൊന്നുമില്ലാത്ത, ഓർഡർ ഒന്നുമില്ലാത്ത സാധനങ്ങളെ ഇൻഡെക്സ് ചെയ്യുന്ന എങ്ങനെയാണ്. അങ്ങനെ പലതരം ഇൻഡെക്സിങ് ഉണ്ട്.
ആ ഇൻഡെക്സിങ്ങിൽ തന്നെ നിങ്ങൾക്ക് മൾട്ടി ലെവൽ ഇൻഡെക്സിങ് ചെയ്യാം. അതായത് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കിയിട്ട് ആ ഇൻഡെക്സ് തന്നെ ഭയങ്കര വലുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻഡെക്സിന് അടുത്ത ഇൻഡെക്സ്, അടുത്ത ഇൻഡെക്സ്, അങ്ങനെ ഒരൊറ്റ ബ്ലോക്കിൽ ഈ ഇൻഡെക്സ് മൊത്തം കൊള്ളുന്നത് വരെ നിങ്ങൾക്ക് ഇൻഡെക്സ് ഉണ്ടാക്കാം. സോ ദാറ്റ് ഈസ് ഇൻഡെക്സിങ് പ്രോബ്ലം. ഇത് നിങ്ങൾ അത് വീഡിയോ ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. നിങ്ങളുടെ ടീച്ചർ പഠിപ്പിച്ച മെത്തേഡ് ഒന്ന് ബ്രഷപ്പ് ചെയ്താലും മതി. സെയിം തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ പറയുന്ന വിത്തൗട്ട് ഇൻഡെക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഇവിടെ ആകെ വ്യത്യാസം വരുന്ന ഇത്രയേ ഉള്ളൂ. ഒരു ഇൻഡെക്സ് ബ്ലോക്കിന്റെ സൈസ് തന്നിട്ടുണ്ടാവും. ഇൻഡെക്സ് ബ്ലോക്കിന്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരത്തെ ഇവിടെ തന്നിട്ടുണ്ടാവും. ഒരു കീന്റെ സൈസ്, ഒരു ബ്ലോക്കിൽ ഒരു പോയിന്റർ ഉണ്ടാവും. ഒരു ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ ചെറിയ സാധനമാണ്. ഇൻഡെക്സിന്റെ അകത്ത് ഇപ്പൊ ഒരു സ്റ്റുഡന്റിനെ പറ്റിയുള്ള സകല ഇൻഫർമേഷൻ അതിൻ്റെ അകത്ത് വെക്കൂല. അതിൻ്റെ അകത്ത് ആകെ ഒരു ഇൻഡെക്സിന്റെ ഒരു എൻട്രി, ഇപ്പൊ അയാളുടെ റോൾ നമ്പർ 6 എന്നാണ് റോൾ നമ്പർ എങ്കിൽ 6, അതിന്റെ ഒരു റെഫറൻസ്, ഇത് എവിടേക്ക് പോയിന്റ് ചെയ്യുന്നതെന്നുള്ള ഒരു റെഫറൻസ്, ഇത്രേ സാധനം ഉണ്ടാവും. അതിന്റെ രണ്ടിന്റെ ലെങ്ത് എത്രയാന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നേരത്തെ നമ്മൾ ഒരു റെക്കോർഡിന്റെ സൈസ് വെച്ച് ഡിവൈഡ് ചെയ്തതിന് പകരം നമ്മൾ 10+6 എന്ന് പറയുന്ന ബ്ലോക്ക് സൈസ് പ്ലസ് കീ സൈസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് പോയിന്ററിന്റെ സൈസ് പ്ലസ് കീന്റെ സൈസ് ആയിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതുപോലെ തന്നെ ഇൻഡെക്സ് നമ്പർ ഓഫ് ഇൻഡെക്സ് ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻഡെക്സ് റെക്കോർഡ് ബൈ ബ്ലോക്കിംഗ് ഫാക്ടർ. എഗെയിൻ അടുത്തൊരു ലെവലും കൂടി ഉണ്ടെങ്കിൽ അടുത്ത ലെവലിൽ വരുമ്പോൾ എനിക്ക് 256 എണ്ണത്തിന് മാത്രം ഇനി അടുത്ത ഇൻഡെക്സ് ഉണ്ടാക്കിയാൽ മതി. ഈ 256 എണ്ണത്തിന് ഞാൻ വീണ്ടും ഇൻഡെക്സ് ഉണ്ടാക്കാം, അങ്ങനെ വീണ്ടും ഇൻഡെക്സ് ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് ഇത് ഒരു ബ്ലോക്കിൽ കൊള്ളുന്ന അത്രയും വരെ നമ്മൾ ഇൻഡെക്സ് ഉണ്ടാക്കുന്നു. ദാറ്റ് ഇസ് ദി കോൺസെപ്റ്റ് ഓഫ് ഇൻഡെക്സിങ്. ഇൻഡെക്സിങ് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ബി ട്രീ B++ കൂടി വരും. എക്സ്റ്റെൻസിബിൾ ഹാഷിംഗ് ചോദിക്കാറുണ്ട്, ഗ്രിഡ് ഫയൽസ് ചോദിക്കാറുണ്ട്. ഇതൊക്കെ തിയറി കോൺസെപ്റ്റ് ആണ്, നോക്കിയിട്ട് പോവുക, എന്നാലേ ക്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് മൊഡ്യൂൾ 4. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊഡ്യൂൾ 4 ആണ്. ബിക്കോസ് ഐ ലൈക്ക് നോർമലൈസേഷൻ. നോർമലൈസേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതും നിങ്ങൾക്ക് നോർമലൈസേഷന്റെ ആ ഒരു ബേസിക് പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് കിട്ടും. നോർമലൈസേഷൻ മാത്രമല്ല ഇതിൻ്റെ അകത്ത് വരുന്നത്. യു ഷുഡ് സ്റ്റഡി ഫ്രം ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണ്, സ്ട്രോങ് ആക്സിയംസ് എന്താണ്, ക്ലോഷർ എന്താണ്, അത് കഴിഞ്ഞ് വേണം നോർമലൈസേഷനിൽ വരാൻ. അതും കഴിഞ്ഞ് കഴിയുമ്പോൾ ലോസ്ലെസ് ജോയിൻ, ഡിപ്പെൻഡൻസി, ഇതിന്റെ എല്ലാ വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കാണുന്നതല്ലായിരിക്കും. ഇല്ലെങ്കിൽ നോട്ട്സ് നോക്കി ആ മെത്തേഡ്സ്, ഇപ്പൊ ലോസ്ലെസ് ജോയിൻ, ഡിപ്പെൻഡൻസി പ്രിസർവേഷന്റെ അൽഗോരിതം, അതെല്ലാം നിങ്ങൾക്ക് മെത്തേഡുകളാണ്. ആ മെത്തേഡ് മറന്നുപോയാൽ തീർന്ന പരിപാടി. ആ മെത്തേഡ് അറിയാമെങ്കിൽ ടക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിപാടി കിട്ടും. അതുകൊണ്ട് അത് പഠിക്കുക. ബേസിക് ക്വസ്റ്റ്യൻസ് ലൈക്ക് ദിസ്. ഇപ്പൊ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ അകത്ത് കുറച്ച് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. അതായത് AB-യിൽ നിന്ന് എനിക്ക് CD എന്ന് പറയുന്ന സാധനത്തിനെ ഡിറൈവ് ചെയ്യാൻ പറ്റും. AB എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട് എനിക്ക് അറിയാമെങ്കിൽ ഇതിൽ നിന്ന് ഈ രണ്ടെണ്ണം വെച്ചിട്ട് എനിക്ക് CD കിട്ടും. എനിക്കിപ്പോ ഒരു സ്റ്റുഡന്റിന്റെ നെയിമും രജിസ്റ്റർ നമ്പറും അറിയാമെങ്കിൽ അവന്റെ അഡ്രസ്സും അവന്റെ മാർക്കും എനിക്ക് കിട്ടും. ദാറ്റ് ഈസ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. എയും ബിയും സിയും ഉണ്ടെങ്കിൽ ഇ കിട്ടും, സിയിൽ നിന്ന് എ കിട്ടും. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് കാൻഡിഡേറ്റ് കീ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഈ CDEA ഇതൊക്കെ കീ ആകാൻ, കാൻഡിഡേറ്റ് കീ ആകാനുള്ള ചാൻസസ് വെരി ലെസ് ആണ്. ഇതിന്റെ അകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കീ എന്താണ്, കാൻഡിഡേറ്റ് കീ എന്താണ്, സൂപ്പർ കീ എന്താണ്, പ്രൈമറി കീ എന്താണ്. കീ എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിട്ട് ഒരു റെക്കോർഡിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കീ. സൂപ്പർ കീ എന്ന് പറഞ്ഞാൽ എനി കോമ്പിനേഷൻ ഓഫ് എ കീ ഇസ് എ സൂപ്പർ. അത് ഇപ്പൊ നെയിമിന്റെ കൂടെ അഡ്രസ്സും രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ഒരു കീ ആണ്. അതിന്റെ കൂടെ എന്ത് സാധനത്തിന് ആഡ് ചെയ്താലും അത് സൂപ്പർ കീ ആയിരിക്കും. രജിസ്റ്റർ നമ്പറും നെയിമും അഡ്രസ്സും മാർക്കും ഇതെല്ലാം വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഈ രജിസ്റ്റർ നമ്പർ മാത്രം വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഇസ് എ സൂപ്പർ കീ. ഇനി കാൻഡിഡേറ്റ് കീ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേബിൾ ഒരാൾ മാത്രമേ പ്രൈമറി കീ ഉണ്ടാവൂ. അയാളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കീ. ആ പ്രൈമറി കീ ആകാനായിട്ട് മത്സരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാൻഡിഡേറ്റ് കീ എന്ന് വിളിക്കുന്നത്. ഒരേ ഒരാൾ ഇതിന്റെ അകത്ത് കുറെ പേരുണ്ടാവും, എന്നിട്ട് ഒരാൾ മാത്രമേ പ്രൈമറി കീ ആവൂ. സോ നമ്മളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും 2 പ്രൈമറി കീനെ കാൻഡിഡേറ്റ് കീനെ കണ്ടുപിടിക്കാൻ. സോ അതിന് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എല്ലാവരെയും നമ്മളങ്ങ് എലിമിനേറ്റ് ചെയ്യും. സോ ഞാൻ C വെട്ടിക്കളഞ്ഞു, D വെട്ടിക്കളഞ്ഞു, E വെട്ടിക്കളഞ്ഞു,
എ വെട്ടിക്കളഞ്ഞു, ബാക്കിയുള്ളത് ബി മാത്രം. ഇതിന്റെ അർത്ഥം ബി കാൻഡിഡേറ്റ് കീ ആണെന്നല്ല, ബിന്റെ കോമ്പിനേഷൻ ആയിരിക്കും കാൻഡിഡേറ്റ് കീ എന്നാണ്. സോ നമ്മൾ ആദ്യം ബിന്റെ ക്ലോഷർ എടുത്തു. ബിന്റെ ക്ലോഷർ എന്ന് പറഞ്ഞാൽ ബിയിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ബാക്കിയായിട്ട്, ബിയിൽ നിന്ന് എനിക്ക് ബിനെ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബി മാത്രം വെച്ചിട്ട് ഇവിടെ എയും ബിയും ഉണ്ടെങ്കിലാണ് സി ഡി കിട്ടുള്ളൂ, എ ബി സി ഉണ്ടെങ്കിൽ എ കിട്ടുള്ളൂ, സി മാത്രം വെച്ചിട്ട് എ കിട്ടും. സോ ബി മാത്രം വെച്ച് എനിക്ക് ഒരു ചുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് കാൻഡിഡേറ്റ് കീ അല്ല. ഇനി ഞാൻ അടുത്തത് ഓരോ കോമ്പിനേഷൻ ആയിട്ട് എടുക്കുകയാണ്. എ ബി, എ ബിയിൽ നിന്ന് എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? എ ബിയിൽ നിന്ന് എനിക്ക് എന്തായാലും എയും ബിനെയും കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ എ ബിയിൽ നിന്ന് സി ഡി കിട്ടുമെന്ന് എന്നോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സിയിൽ നിന്ന് എ കിട്ടും, എയും ബിയും സിയും ഉണ്ടെങ്കിൽ ഇ കിട്ടും. സോ എല്ലാവരും ഇപ്പൊ എനിക്ക് ഇതിന്റെ അകത്തുള്ള എല്ലാവരും കിട്ടിയോണ്ട് ദിസ് ഇസ് എ കാൻഡിഡേറ്റ്. ഇതുപോലെ എനിക്ക് എത്ര കോമ്പിനേഷൻസ് വേണമെങ്കിലും കണ്ടുപിടിക്കാം. എന്നോട് ഏതെങ്കിലും രണ്ടെണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടെണ്ണം വെച്ച് നിർത്തി, കുറെ ഒന്നും കണ്ടുപിടിച്ച് സമയം കളയണ്ട, രണ്ടെണ്ണം ആണെങ്കിൽ രണ്ടെണ്ണം വെച്ച് നിർത്തുക. ഇതാണ് മെത്തേഡ്. ഇനി അടുത്തത് നമ്മളോട് നോർമൽ ഫോം ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്. അതറിയണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്. ഓരോന്നിന്റെ അലൗഡും നോട്ട് അലൗഡും ആയിട്ടുള്ള ഫോംസ്. 2NF എന്ന് പറഞ്ഞാൽ എന്താണ്, 1NF എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് ആറ്റോമിക് ആയിരിക്കണം. അതായത് ഇപ്പൊ ഫോൺ നമ്പർ എന്ന് പറഞ്ഞൊരു കോളം ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 2 ഫോൺ നമ്പർ ഒരേ ടൈമിൽ ഒരേ ഫീൽഡിൽ എഴുതി വെക്കാൻ പാടില്ല, ഒറ്റക്കെണ്ണം. ദാറ്റ് ഇസ് 1NF. 2NF എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് പാർഷ്യൽ ഡിപ്പെൻഡൻസി ഉണ്ടാവാൻ പാടില്ല. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, രജിസ്റ്റർ നമ്പർ ആൻഡ് നെയിം, ഇത് രണ്ടുമാണ് എൻ്റെ കീ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇസ് എ കീ. ഓക്കെ, സോ എനിക്ക് ഇത് വച്ചിട്ട് ആരെ വേണമെങ്കിലും എനിക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, എൻ്റെ കാൻഡിഡേറ്റ് കീ എന്ന് പറയുന്നത് ഇതാണ്. ഇത് വെച്ചിട്ട് എനിക്ക് ആരെ വേണമെങ്കിലും ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയാണ്, ഇതിന്റെ ഒരു പാർട്ട് വെച്ചിട്ട് മാത്രം, രജിസ്റ്റർ നമ്പറിൽ നിന്ന് മാത്രം എനിക്ക് അഡ്രസ്സ് കിട്ടും. രജിസ്റ്റർ നമ്പറും അഡ്രസ് നെയിമും ആണ് ഞാനിപ്പോ കീ ആയിട്ട് എടുക്കുന്നത്. പക്ഷെ രജിസ്റ്റർ നമ്പർ മാത്രം വെച്ച് എനിക്ക് അഡ്രസ്സ് കിട്ടും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പാർഷ്യൽ ഡിപ്പെൻഡൻസി. അതായത് ഇതിന്റെ ഒരു പാർട്ട് വെച്ച് മാത്രം എനിക്കൊരു വേറൊരു ആട്രിബ്യൂട്ടറെ കിട്ടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. അതായത് ഈ കാൻഡിഡേറ്റ് കീയിന്റെ അതിന്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട്സിനെ നമ്മൾ പറയുന്നതാണ് പ്രൈം ആട്രിബ്യൂട്ട്. പ്രൈം ആട്രിബ്യൂട്ടിൽ നിന്ന് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് ഡിറൈവ് ചെയ്യാൻ പറ്റിയാൽ ദാറ്റ് ഈസ് നോട്ട് അലൗഡ് ഇൻ 2NF. അങ്ങനെയാണെങ്കിൽ അത് 2NF-ലല്ല. രജിസ്റ്റർ നമ്പർ നെയിമും ഉണ്ടായിരുന്നു, രജിസ്റ്റർ നമ്പർ മാത്രം വെച്ച് ഞാൻ അഡ്രസ്സിനെ കണ്ടുപിടിച്ചു. അതിനർത്ഥം എന്താ? രജിസ്റ്റർ നമ്പർ മാത്രം ഉണ്ടെങ്കിൽ മതി. എന്തിനാ ഇപ്പൊ നെയിം ഇല്ലെങ്കിൽ പോലും ഇത് തന്നെ നിൽക്കും. രജിസ്റ്റർ നമ്പർ തന്നെ നിൽക്കാനുള്ള കഴിവുണ്ടല്ലോ, പിന്നെ ഇതിനിപ്പോ നെയിമിനെ ആഡ് ചെയ്തത്. അത് അലൗഡ് അല്ല ഇൻ 2NF. 2NF-ല് തന്നെ നിൽക്കാൻ പറ്റുന്ന, അതായത് ഇത് രണ്ടും ഇല്ലാതെ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇത് രണ്ടും. അല്ലെങ്കിൽ ഇപ്പൊ രജിസ്റ്റർ നമ്പർ മാത്രമായിരുന്നു എങ്കിൽ ഇറ്റ് ഇസ് ഫൈൻ. ഇപ്പൊ രജിസ്റ്റർ നമ്പർ നെയിം എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ നമ്പർ മാത്രം മതി എനിക്ക് ബാക്കി ഡീറ്റെയിൽസ് കിട്ടാൻ. നെയിമും കുറേ സാധനങ്ങൾ ആവശ്യമില്ല. സോ ദാറ്റ് ഇസ് നോട്ട് ഇൻ 2NF. ഇതിന് രണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. സോ പ്രൈമിൽ നിന്ന് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ദാറ്റ് ഇസ് നോട്ട് അലൗഡ് ഇൻ 2NF. അതേസമയം ഇതൊക്കെ അലൗഡാണ്. പ്രൈമിൽ നിന്ന് ഒരു പ്രൈമിനെ കണ്ടുപിടിക്കുക, നോൺ പ്രൈമിൽ നിന്ന് പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈം, ഒരു കീയിൽ നിന്ന് പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈം, ഇതൊക്കെ അലൗഡാണ്. പ്രൈം നോൺ പ്രൈമിന്റെ വേറെ എന്ത് കോമ്പിനേഷൻ വന്നാലും നമുക്ക് പ്രശ്നമല്ല. ഇത്രേ ഉള്ളൂ, പ്രൈമിൽ നിന്ന് ഒരു നോൺ പ്രൈം, വെറും പ്രൈം ആട്രിബ്യൂട്ടിൽ നിന്ന് ഒരു നോൺ പ്രൈം ആട്രിബ്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ 2NF. അടുത്തത് 3NF വരുമ്പോ 2NF-ന്റെ കണ്ടീഷൻ അവിടെ ഉണ്ട്, പ്ലസ് ഒരു കണ്ടീഷൻ കൂടി വരും, നോൺ പ്രൈമിൽ നിന്ന് നോൺ പ്രൈം കണ്ടുപിടിക്കാൻ. അതായത് ഇപ്പോ അഡ്രസ്സിൽ നിന്ന് ഒരു സ്ട്രീറ്റ് കണ്ടുപിടിക്കുക. അഡ്രസ്സും ഉണ്ട് സ്ട്രീറ്റും ഉണ്ട്. അഡ്രസ്സും സ്ട്രീറ്റും ഉണ്ട്, അഡ്രസ്സിൽ നിന്ന് എനിക്ക് സ്ട്രീറ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെന്തിനാ പിന്നെ അഡ്രസ് ഉണ്ടല്ലോ, പിന്നെ നിനക്ക് സ്ട്രീറ്റും കൂടെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കുന്നത്. ഇപ്പൊ നോൺ പ്രൈം ടു നോൺ പ്രൈം അങ്ങനെ ഒരു പദ്ധതിയില്ല. അവർ രണ്ടുപേരും നോൺ പ്രൈം ആണെങ്കിൽ ഒന്നിൽ നിന്ന് നോൺ പ്രൈമിൽ നിന്ന് നോൺ പ്രൈമിലേക്ക് ഒരു സാധനത്തിനെ കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയുന്നത് 3NF-ലല്ല. സോ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഇതിന്റെ അകത്ത് അലൗഡ് എന്ന് പറഞ്ഞാൽ പ്രൈമിൽ നിന്ന് പ്രൈം അലൗഡ് ആണ്, നോൺ പ്രൈമിൽ നിന്ന് പ്രൈം അലൗഡ് ആണ്, കീയിൽ നിന്ന് പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈം അലൗഡ് ആണ്, പ്രൈം പ്ലസ് നോൺ പ്രൈം, പ്രൈമിൽ നിന്ന് നോൺ പ്രൈം ഒക്കെ അലൗഡ് ആണ്. ഈ രണ്ട് കണ്ടീഷൻ മാത്രമാണ്. BCNF വരുമ്പോ ഇതിന്റെ അകത്ത് ആകെ അലൗഡ് ആയിട്ടുള്ള ഒരേ ഒരു കണ്ടീഷൻ കീയിൽ നിന്ന് പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈം. കീയിൽ നിന്ന് മാത്രമേ പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈമിനെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ.
പ്രൈമിൽ നിന്ന് നോൺ പ്രൈം, പ്രൈമിൽ നിന്ന് അത്, പ്രൈമിൽ നിന്ന് നോൺ പ്രൈം, ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. കീയിൽ നിന്ന് മാത്രമേ പ്രൈം അല്ലെങ്കിൽ നോൺ പ്രൈമിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ദിസ് ഇസ് BCNF. ഈ ബേസിക് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. പിന്നെ പഠിക്കേണ്ട മെയിൻ കാര്യങ്ങൾ നിങ്ങളുടെ മിനിമൽ കവർ കണ്ടുപിടിക്കാൻ, വെരി ഇമ്പോർട്ടൻറ്റ്. മിനിമൽ കവർ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. ദർ ഇസ് എ വീഡിയോ ഫോർ ദാറ്റ്, യു കൻ റെഫർ. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരില്ല. ഇറ്റ് ഇസ് വെരി വാസ്റ്റ് ടോപ്പിക്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അടുത്ത ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. എസ്സേയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും ഫോർ ഡീകമ്പോസിങ് ദിസ് റിലേഷൻ ഇൻടു 3NF, ഒന്നെങ്കിൽ 2NF, 3NF, ചിലപ്പോൾ BCNF ആക്കാൻ വരെ പറയും. അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറയും ടു ദി ഹയസ്റ്റ് നോർമൽ ഫോം എന്ന് പറയും. എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ 3NF ആക്കുക, അല്ലെങ്കിൽ BCNF ആക്കിയിട്ട് നിർത്തുകയാണ് നല്ലത്. BCNF ആക്കി നിർത്തുകയാണ് നല്ലത് എപ്പോഴും. അതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, സോ ഇതും ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ വീഡിയോ ഉണ്ട്, അത് കാണുക. അടുത്തത് ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതൊക്കെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് ചുമ്മാ ഇങ്ങനെ വെട്ടി ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തിൽ ചെയ്തു തീർക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിലെ. നമുക്ക് ഇതിനെ ഡീകമ്പോസിഷൻ ലോസ്ലെസ് ആണോ എന്താ, ആണോ ലോസ്ലെസ് ആണോ എന്ന് കണ്ടുപിടിക്കുന്ന ഇതും വീഡിയോ ഉണ്ട്, നിങ്ങൾ അതിനൊന്ന് നോക്കി കാണാൻ. ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5, വെരി സിമ്പിൾ മൊഡ്യൂൾ. യു ക്യാൻ simply track it if you can just go through these topics. നല്ല സിമ്പിൾ ആയിട്ട്, ഒന്നും അങ്ങനെ പാട് എന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ എങ്കിൽ, അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെങ്ങനെ വന്നു, മിക്കവാറും ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, മിസ്സേ ഇതെന്താ T1 നിന്ന് T2 എന്താ പ്രശ്നം, ഇതെങ്ങനെ ഇവര് തമ്മിൽ ഇത് കോൺഫ്ലിക്റ്റ് ആയ എങ്ങനെയാ, അങ്ങനെ ചോദ്യം എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട് ആൾക്കാർ. അത് നിങ്ങൾ നോക്കേണ്ട പോലെ നോക്കാത്തതിന്റെ ഒരു ക്വസ്റ്റൻ ആണ്. നിങ്ങൾ കുറച്ച് ടൈം അതിനൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് കിട്ടുന്ന ക്വസ്റ്റൻ. ഇങ്ങനത്തെ ഈ ഒരു മൊഡ്യൂൾ 5-ലും 4-ലും ഒക്കെയാണ് നിങ്ങൾക്ക് വീഡിയോസിലാണ് ഇതിന്റെ ഫുൾ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ നോക്കുക. NoSQL ക്യാരക്ടറിസ്റ്റിക്സ്, ടൈപ്സ് ഇതെല്ലാം പഠിച്ചിട്ട് പോവുക. ചോദിക്കാറുണ്ട്, എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അത് മിസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മാർക്കാണ്, വെറും തിയറി എഴുതി വെച്ച് കിട്ടാവുന്ന മാർക്കാണ്. അതുകൊണ്ട് അത് പഠിച്ചിട്ട് തന്നെ. So this is the types of questions. Conflict serializable ആണോ അല്ലയോ, നിങ്ങൾക്ക് എപ്പോഴും ചോദിച്ച് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന കോൺഫ്ലിക്ട് സീരിയലൈസബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ്. വെരി വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ശരിക്കും നിങ്ങൾക്ക് അത്ര വലിയ പാടൊന്നും ഇല്ല ഇത് ചെയ്യാനായിട്ട്. ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കോൺഫ്ലിക്റ്റ് വന്നോ ഇല്ലയോ അങ്ങനത്തെ കാര്യങ്ങൾ തുടക്കം നിങ്ങൾ ഇതിന്റെ അകത്ത് മൊഡ്യൂൾ 5-ൽ എന്തായാലും നിങ്ങൾ വാട്ടർ കൺകറൻസി കൺട്രോൾ ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം നിങ്ങൾ പഠിക്കണം. പിന്നെ സ്റ്റേറ്റ്സ് ഓഫ് എ ട്രാൻസാക്ഷൻ മേ ബി ചോദിക്കാം. ഇതൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടീസ് ഓഫ് എ ട്രാൻസാക്ഷൻ, വാട്ട് ഇസ് ആസിഡ് പ്രോപ്പർട്ടി. ആസിഡിന്റെ ഫുൾ ഫോം അറിയാണ്ട് ചുമ്മാ കണ്ണി കണ്ടാക്കുക, അതിൻ്റെ അകത്ത് ഫിൽ ചെയ്ത് വെക്കരുത്. അറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി അത് തന്നെ എഴുതണം. പിന്നെ അത് എന്താണെന്നറിയില്ലാത്തൊരു പ്രശ്നം വരരുത്, അത് ക്ലിയർ ആയിട്ട് തന്നെ എഴുതി. ഇതുപോലെ തന്നെ അതിനൊരു ട്രാൻസാക്ഷൻ എടുത്താൽ അത് ആറ്റോമിക് ആയിരിക്കണം. അതായത് ഒന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ പൈസ, ഞാൻ ATM-ൽ കാർഡ് ഇട്ടു, ആ കാർഡ് ഇട്ട് പൈസ ഒന്നെങ്കിൽ പൈസ ഫുള്ളി നമുക്ക് കിട്ടണം, പൈസ എന്റെ കയ്യിൽ പൈസ വരണം, അല്ലെങ്കിൽ ആ ഒരു ട്രാൻസാക്ഷൻ മൊത്തത്തിൽ ക്യാൻസൽ ആയി പോകണം, എന്നിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകാൻ പാടില്ല. അല്ലാതെ പൈസ മെഷീനിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരു അവസ്ഥ വരരുത്, പൈസ ഇവിടുന്ന് പോകുന്നു അവിടെ എത്തിയില്ല, അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ദാറ്റ് ഇസ് ആറ്റോമിസിറ്റി. കൺസിസ്റ്റൻസി, കൺസിസ്റ്റന്റ് ആയിരിക്കണം. ഐസൊലേഷൻ, നമുക്ക് എല്ലാവർക്കും തോന്നണം നമ്മൾ തന്നെയാണ്, നമുക്ക് മാത്രം വേണ്ടിയിട്ടാണ് ഈ ഒരു സൈറ്റ് തുറന്നു വെച്ചിരിക്കുന്നതെന്ന്. അത് ഡ്യൂറബിലിറ്റി ഉണ്ടാവണം, അല്ലെങ്കിൽ പെർമനൻസി ഉണ്ടാവണം. അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് എല്ലാം പെർമനന്റ്. ഞാനിപ്പോ 10 രൂപ എന്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ വിഡ്രോ ചെയ്യുക, ഞാൻ 10 രൂപ തിരിച്ചു കിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് അതിൻ്റെ ക്രെഡിറ്റ് ചെയ്യണം, അല്ലാതെ തിരിച്ചു കിട്ടില്ല. പിന്നെ വരുമ്പോഴാണ് ഈ ഒരു ഷെഡ്യൂൾസിന്റെ കാര്യങ്ങൾ. അതിൽ തന്നെ സീരിയൽ ഷെഡ്യൂള്, നോൺ സീരിയൽ ഷെഡ്യൂള്, സീരിയലൈസബിൾ ഷെഡ്യൂള്. സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. ഒരെണ്ണം കഴിഞ്ഞതിന് ശേഷം അടുത്ത ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്തത് സീരിയൽ ഷെഡ്യൂളില് ഭയങ്കര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ലോങ് വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെയാണ്. നോൺ സീരിയൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നു, അടുത്ത ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നു, അടുത്ത ട്രാൻസാക്ഷൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നു. ഇപ്പൊ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്.
ഇതിന്റെ അകത്ത് ചെയ്യാൻ നേരത്ത് എറർ വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ നമുക്ക് സീരിയലൈസബിൾ ഷെഡ്യൂൾസ് വേണം. അതായത് നോൺ സീരിയൽ ആയിരിക്കും, പക്ഷെ അതിനെ സീരിയൽ ഓർഡറിൽ ചെയ്യാൻ പറ്റുന്ന ഷെഡ്യൂൾ. അപ്പൊ അതിനാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഇക്വലൻസ്, റിസൾട്ട് ഇക്വലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം നോക്കി തന്നെ വേണം. കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾസ് ആർ വെരി ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് ഒരു ഷെഡ്യൂളിനെ നിങ്ങൾ സീരിയൽ ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു നോൺ സീരിയൽ ഷെഡ്യൂളിനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾസ് എന്ന് വിളിക്കും. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കാൻ പറ്റണം. പ്രസിഡൻസ് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഗ്രാഫ് ആക്കിയിട്ട് ഈ ട്രാൻസാക്ഷൻ, ഇതൊരു ട്രാൻസാക്ഷൻ, ഇതൊരു ട്രാൻസാക്ഷൻ, ഇവരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആരോസ് വെച്ചിട്ട് നിങ്ങൾ വരയ്ക്കുകയാണ്. ദാറ്റ് ഈസ് പ്രസിഡൻസ് ഗ്രാഫ്. അപ്പൊ ആ പ്രസിഡൻസ് ഗ്രാഫ് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഏത് ട്രാൻസാക്ഷനിൽ നിന്ന് ഏത് ട്രാൻസാക്ഷനിലേക്ക് ആണ് നിങ്ങൾ ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഈ ആരോ മാർക്ക് കാണിക്കുന്നത്. സോ അത് വരയ്ക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു സൈക്കിൾ ഫോം ചെയ്യാണ് എങ്കിൽ ദാറ്റ് ഇസ് ദിസ് ഇസ് നോട്ട് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ. അതിന് കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, ഉറപ്പായിട്ടും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതിന് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അതേസമയം സൈക്കിൾ ഇല്ലാത്ത ഒരു ഗ്രാഫ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഇസ് കോൺഫ്ലിക്റ്റ് സീരിയലൈസ്. കോൺഫ്ലിക്റ്റ് വരാം, അതിനെ സീരിയലൈസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതാണ് കോൺഫ്ലിക്റ്റ് സീരിയലൈസബിൾ ഷെഡ്യൂൾ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, വ്യൂ ഈക്വലൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ റിക്കവറബിൾ ഷെഡ്യൂൾ. ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആണ്. ഇതിൻ്റെ അകത്തുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ തന്നെ ഇനി പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പറയുന്ന നിങ്ങളത് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. തെറ്റിപ്പോയാലും കുഴപ്പമില്ല. നിങ്ങൾ അതിന്റെ സിൻടാക്സുകൾ, അതായത് സെലക്ടിന്റെ സിൻടാക്സ്, പ്രൊജക്ടിന്റെ സിൻടാക്സ്, ജോയിനിന്റെ സിൻടാക്സ്, ഇത്രയും സാധനം വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. സിൻടാക്സ് അറിയാണ്ട് ദയവ് ഇത് ബ്ലോക്ക് ചെയ്യരുത്. SQL വന്നാലും സിൻടാക്സുകൾ ഇറ്റ് പ്ലേസ് എ ബിഗ് റോൾ. സിൻടാക്സ് തെറ്റാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് DBMS അല്ലെങ്കിൽ SQL അല്ല അത്. അപ്പൊ അതുകൊണ്ട് സിൻടാക്സ് പഠിച്ചു വെക്കുക. ബാക്കി ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നോ ഇല്ലയോ, ദാറ്റ് ഇസ് ലക്ക്. ലക്കും പഠിക്കാത്തതും തമ്മിൽ നിങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കരുത്. ഇഫ് യു ക്യാൻ, വാട്ട് യു ഷുഡ് ഡു ഇസ് സ്റ്റഡി സിൻടാക്സ്. സിൻടാക്സ് പ്രോപ്പറായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഓക്കെ. മൊഡ്യൂൾ 2 ഇസ് ഫൈൻ. മൊഡ്യൂൾ 3 ഇൻഡെക്സിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വിടാതെ നോക്കുക. ആ ഒരു കുറച്ച് എക്സാം ഓറിയന്റേഷൻ തന്നെ വീഡിയോസ് ഉണ്ട്, അത് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ഈസി ആയിരിക്കും. യു ഹാവ് ടൈം. നിങ്ങൾക്ക് അത് ചെയ്യാനുള്ള സമയം ഇപ്പോൾ ഉണ്ട്. 19-നാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. 17, 18 രണ്ടും ഇതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കണ്ടിട്ട് തന്നെ പോവാൻ ശ്രമിക്കുക. മൊഡ്യൂൾ 4 and 5 ഇസ് ഓൾസോ വെരി സിമ്പിൾ. നിങ്ങൾക്ക് അതിന്റെ വീഡിയോസ് ഉണ്ട്. അതിൻ്റെ ഉള്ള പ്രോബ്ലമാറ്റിക് പോർഷൻസിന് വീഡിയോസ് കണ്ടിട്ട് മാത്രം അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾ. So all the best for your exams. If you have any queries, please ask. Okay. So if you have any queries, please do ask. Okay. No, I think we can wind up. Amy, can we wind up now? Yes, ma'am, we can wind up. Okay. Okay, once again, thank you, New Learn team, for giving me